വേട്ടക്കാർ അധ്യായം 45. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. സീതാ മൗണ്ടിനു മീതെ ആകാശവും ഭൂമിയും തിരിച്ചറിയാനാവാത്തതുപോലെ മഞ്ഞു നിറഞ്ഞു നിൽക്കുകയാണ്. അരുണ എഴുന്നേറ്റു. കിടക്കപ്പായി ലക്ഷ്മിയെ കണ്ടില്ല. പുറത്തേക്കുള്ള വാതിൽ ചാരിയിരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മി ബാത്റൂമിൽ പോയിരിക്കുകയാണെന്ന് കരുതി. ഭദ്രയെയും കൂടി വിളിച്ചുണർത്തിയിട്ട് അവൾ അടുക്കള ജോലി ആരംഭിച്ചു. ഈ അരുണേച്ചിയുടെ ഒരു കാര്യം, വെളുപ്പാൻ കാലത്ത് ഇച്ചിരി നേരം കൂടി ഒന്ന് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ല. ഭദ്ര പിറുപിറുത്തു. ഈ ലക്ഷ്മി ചേച്ചിക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരമായില്ലേ? അരുണ മുറ്റത്തേക്ക് ചെന്നു. മുറ്റത്തിന്റെ മൂലയോട് ചേർന്നായിരുന്നു പഴയ ബാത്റൂം. തണുപ്പ് കൊണ്ട് അരുണയുടെ ചുണ്ടുകൾ വിറച്ചു. ബാത്റൂമിന്റെ വാതിലിൽ തട്ടി അവൾ വിളിച്ചു. ലക്ഷ്മി ചേച്ചി, എന്തൊരിപ്പാ ഇത്? ഇങ്ങോട്ടൊന്നിറങ്ങിക്കേ. മറുപടിയില്ല. അവളുടെ പുരികം ചുളിഞ്ഞു. അരുണ വാതിൽ തള്ളി തുറന്നു. ശൂന്യമായ ബാത്റൂം. തിടുക്കത്തിൽ അരുണ തിരിച്ചു വന്നു. ഭദ്രേ, ലക്ഷ്മി ചേച്ചി അവിടെ ഇല്ലല്ലോ. ഭദ്രയും ചാടി എണീറ്റു. പിന്നാമ്പുറത്ത് മുറ്റത്ത് വന്നിരുന്ന് അവർ ഇരുവരും ചേർന്ന് ലക്ഷ്മിയെ വിളിച്ചു. പ്രതികരണമില്ല. എന്തോ ചിന്തിച്ചിട്ട് അരുണ മുറിയിൽ വാതിൽ തുറന്ന് വരാന്തയിലേക്ക് നോക്കി. മറ്റുള്ളവർക്കൊപ്പം ശിവജിയും അവിടെ കിടക്കുന്നത് കണ്ടു. അരുണയ്ക്ക് അപകടം മണത്തു. അവൾ ഇന്ദ്രനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. ഇന്ദ്രനും ആദ്യം ഒന്ന് തിരിഞ്ഞു. പിന്നെ ശിവജിയെയും മറ്റും വിളിച്ചുണർത്തി കാര്യം വ്യക്തമാക്കി. ഈ രാത്രി ലക്ഷ്മി എവിടെ പോകാനാ? ലക്ഷ്മി ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ചു. നേരം പുലരുകയാണ്. അന്വേഷണം മുറുകി. ഒരിടത്തും ലക്ഷ്മിയില്ല. സീതാ മൗണ്ടിന് മീതെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ചിതറി വീണു. എന്നിട്ടും മഞ്ഞു മാറിയില്ല. ലക്ഷ്മിയെ കാണാനില്ലെന്ന വാർത്ത നെല്ലിലാൽ കുമാരനെ ഇന്ദ്രൻ അറിയിച്ചു. അന്വേഷണത്തിന് അയാളും ഇറങ്ങി. സമയം കടന്നു പോകുന്തോറും കൂടുതൽ ആളുകൾ വിവരമറിഞ്ഞ് അന്വേഷണത്തിനിറങ്ങി. ജനകീയ സേനക്കാർ രംഗത്തെത്തി. ശിവജി പരിഭ്രമത്തോടെ പാഞ്ഞു നടക്കുന്നത് അരുണ കണ്ടു. സുഗുണനും എത്തിച്ചേർന്നു. അയാളും അന്വേഷണ സംഘത്തിൽ ചേർന്നു. ഇന്ദ്രന്റെ മനസ്സ് കലങ്ങി. ലക്ഷ്മിക്ക് അപകടം പറ്റിയെന്ന കാര്യത്തിൽ അവന് സംശയമില്ലായിരുന്നു. പക്ഷേ എങ്ങനെ? തങ്ങൾ ഇത്രയും പേർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പോലീസിൽ വിവരമറിയിക്കണം ഇന്ദ്ര. ചാക്കോച്ചേട്ടൻ ഉപദേശിച്ചു. വരട്ടെ, അല്പം കൂടി കാക്കാം. തളർന്ന് അവശനായതുപോലെ അവൻ തിണ്ണയിലിരുന്നു. ഇന്ദ്ര വിളികേട്ട് അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഓടി വരികയാണ് കൂക്കർ. ഇന്ദ്രന്റെ ഇടനെഞ്ചിൽ ഒരു പിടച്ചിലുണ്ടായി. എന്താ കൂക്കറെ? പെട്ടെന്ന് മറുപടി നൽകാൻ കഴിയാതെ കൂക്കർ നിന്ന് കിതച്ചു. അതിനിടെ വാക്കുകൾ മുറിഞ്ഞു വീണു. ശശിമല കുന്നിന്റെ താഴെ ലക്ഷ്മി. ബാക്കി മുഴുവൻ കേട്ടില്ല ഇന്ദ്രൻ. മഞ്ഞ് വന്ന് തിങ്ങിയതുപോലെ അവന്റെ കാതുകൾ കൊട്ടിയടക്കപ്പെട്ടു. ചേച്ചി! ഭദ്രയും അരുണയും അലറിക്കരഞ്ഞു. ഇന്ദ്രൻ കൂക്കറിന് പിന്നാലെ ഓടി. അരുണയും ഭദ്രയെ നിലവിളിച്ചുകൊണ്ട് പിന്നാലെ. കേട്ടവർ കുന്നിന്റെ അടിവാരത്തേക്ക് ഓടിത്തുടങ്ങി. ജനപ്രളയമായിരുന്നു അവിടെ. ഇന്ദ്രനെ കണ്ടതും ആളുകൾ അകന്നു മാറി. ചിത്തഭ്രമം പിടിപെട്ടവനെ പോലെ മുന്നിൽ കടന്ന ഇന്ദ്രൻ പൊന്തക്കാടുകൾക്ക് പുറത്തേക്ക് നീണ്ടുകിടക്കുന്ന 2 കാലുകളാണ് ആദ്യം കണ്ടത്. മോളെ ലക്ഷ്മി! ഒരലർച്ചയോടെ അവൻ പൊന്തക്കാട് വകഞ്ഞു മാറ്റി. ഒന്നേ നോക്കിയുള്ളൂ. മോളെ! അവൻ പിന്നോട്ട് മാറി. ആ കിടക്കുന്നത് ലക്ഷ്മി തന്നെയാണെന്ന് കരുതാൻ പ്രയാസം. മാന്തി പൊളിച്ചതുപോലെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശരീരവും ചീന്തപ്പെട്ട വസ്ത്രങ്ങളും. അരുണയും ഭദ്രയും ഓടിവന്ന് പൊന്തക്കാട്ടിലേക്ക് നോക്കാനാഞ്ഞതും ഇന്ദ്രൻ അവരെ തടഞ്ഞു. വേണ്ട മക്കളെ, ഈ രൂപത്തിൽ ലക്ഷ്മിയെ നിങ്ങൾ കാണണ്ട. ഏട്ടാ! പെൺകുട്ടികൾ അവന്റെ നെഞ്ചിലേക്ക് വീണു. അവരെയും ചേർത്ത് പിടിച്ച് അവൻ തറയിലിരുന്നു. എന്നാലും രാത്രിയിൽ ലക്ഷ്മി എന്തിനാ ഇവിടെ വന്നത്? ആളുകൾ പരസ്പരം തിരക്കുന്നത് ഇന്ദ്രൻ കേട്ടു. കഴിഞ്ഞ വർഷം പുലി ഇറങ്ങിയ സ്ഥലമാ. പക്ഷെ ഇത് കണ്ടിട്ട് പുലി പിടിച്ചതാണെന്ന് തോന്നുന്നില്ല. മറ്റൊരാൾ. ഇന്ദ്രന്റെ ശരീരത്തിലെ ഞരമ്പുകൾ പിടഞ്ഞു. ലക്ഷ്മി ചതി പറ്റിയതാണോ? മറ്റൊരാൾ കൂടെ ഇല്ലാതെ അവൾ ഇവിടെ വരുമോ? അങ്ങനെയെങ്കിൽ അത് ആരായിരിക്കും? രോഷവും സങ്കടവും കടിച്ചു പിടിച്ച് അവനങ്ങനെ ഇരുന്നു. ചാക്കോച്ചേട്ടൻ വന്ന് അവന്റെ തോളിൽ കൈവച്ചു. ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ എണീറ്റ് വാ മോനെ. നനഞ്ഞ മിഴികളോടെ അവൻ മുഖമുയർത്തി. വേറെ ചിലരും വന്ന് അവനെ നിർബന്ധിച്ചു. അവസാനം പെൺകുട്ടികളെയും കൊണ്ട് അവൻ ഒരു വൃക്ഷച്ചുവട്ടിലേക്ക് മാറിയിരുന്നു. ശിവജി അല്പം അകലെ സങ്കടപ്പെട്ടിരിക്കുന്നത് അരുണ കണ്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ദാസപ്പൻ വിവരമറിയിച്ചതനുസരിച്ച് പുൽപ്പള്ളി പോലീസ് എത്തിച്ചേർന്നു. CI ജോൺ സക്രയുടെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തേക്ക് നീങ്ങി. പോലീസുകാർ പൊന്തക്കാട് വെട്ടിമാറ്റാൻ നിർദ്ദേശിച്ചു. ജനകീയ സേനയിലെ ചിലർ അത് ചെയ്തു. ആകമാനം ഒന്ന് ശ്രദ്ധിച്ചിട്ട് CI ഇന്ദ്രന്റെ മുന്നിൽ മടങ്ങിയെത്തി. ഒപ്പം ദാസപ്പനും ഉണ്ടായിരുന്നു. ഇന്ദ്ര, സാറിന് നിന്നോട് ചിലത് ചോദിക്കാനുണ്ടെന്ന്. എന്താണെന്ന ഭാവത്തിൽ ഇന്ദ്രൻ CIയെ നോക്കി. ഇതൊരു കൊലപാതകമാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഒട്ടും മയമില്ലാത്ത ചോദ്യം. ഇന്ദ്രൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയാണോ സാറെ സംസാരിക്കുന്നത്? പിന്നിൽ ചോദ്യം കേട്ട് CI തിരിഞ്ഞു. ശിവജി. ആരാടാ നീ? ഞാൻ ശിവജി. ഇന്ദ്രന്റെ കൂട്ടുകാരന്. എന്താ നിനക്ക് വേണ്ടത്? ജോൺ സക്കറിയ കെയ്ൻ പതുക്കെ തിരിച്ചു. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് ഇത്തരത്തിൽ സംസാരിക്കരുത് സാർ, ശത്രുവാണെങ്കിൽ പോലും. ഓഹോ, CI പുച്ഛിച്ചു. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണോടാ? കാണണോ ഇപ്പോൾ ഈ കൊലപാതകത്തിന്റെ പേരിൽ നീ അകത്താകുന്നത്? CI കെയ്ൻ ചൂണ്ടി. സാറ് പേടിപ്പിക്കുകയാണോ? ശിവജിയും വിട്ടില്ല.
ഇന്ദ്രൻ പെട്ടെന്ന് എണീറ്റു. ശിവജി, വേണ്ട. പിന്നെ അവൻ സിയയ്ക്ക് നേരെ തിരിഞ്ഞു. എനിക്കൊന്നും അറിയത്തില്ല സാറേ, എന്റെ പെങ്ങള്. അയാൾ കടുപ്പിച്ചെന്ന് മൂളി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോട്ടെ. ഇവിടത്തെ നിന്റെ സൈന്യത്തിൽ ഒരെണ്ണത്തിനെയും വിടത്തില്ല ഞാൻ. FIR തയ്യാറാക്കാൻ ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കറോട് പറഞ്ഞിട്ട് CI പോയി. പിന്നെ കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു. FIRന് ശേഷം മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ കിടക്കയിലാണ് റോഡ് വരെ ശവം ചുമന്നുകൊണ്ട് പോയത്. ജനകീയ സേനക്കാർ എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു. റോഡിൽ കാത്തു കിടന്നിരുന്ന ആംബുലൻസിൽ ശവം കയറ്റി. കുറച്ചകലെ ഇന്ദ്രനും ഭദ്രയും അരുണയും നോക്കി നിന്നു. ജനകീയ സേനയിലെ ചിലരും ആംബുലൻസിൽ കയറി. ശിവജിയെയും അവർ വിളിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി. എനിക്ക് വയ്യ. എന്റെ പെങ്ങളെപ്പോലെ ഞാൻ കണ്ടിരുന്ന ലക്ഷ്മിയെ ഈ നിലയിൽ കാണാൻ എനിക്ക് വയ്യ. ആംബുലൻസ് പോയി. സുഗുണൻ ഇന്ദ്രന്റെ മറ്റും അടുത്തെത്തി. വാ മക്കളെ, പോകാം. സ്ത്രീകളിൽ ചിലർ വന്ന് ഭദ്രയെയും അരുണയെയും താങ്ങിപ്പിടിച്ചു. പരാജയപ്പെട്ടു ഒറ്റപ്പെട്ട യോദ്ധാവിനെ പോലെ ഇന്ദ്രൻ തലകുനിച്ച് പതുക്കെ നടന്നു. അവന്റെ ഒപ്പം ശിവജിയും. വീടെത്തി. ആളുകൾ അങ്ങിങ്ങായി ഇരുന്നു. ഇന്ദ്രൻ തിണ്ണയിലുണ്ടായിരുന്ന തൂണിലേക്ക് ചാരി. ഭദ്രയും അരുണയും സ്ത്രീകൾ അകത്തേക്ക് കൊണ്ടുപോയി. മോനെ, കൊളവള്ളിയിലെ നമ്മുടെ വീട്ടിൽ ചിതയൊരുക്കട്ടെ. സുഗുണൻ വന്ന് തിരക്കി. ഇന്ദ്രൻ മറുപടി പറയുന്നതിന് മുൻപ് അകത്തുനിന്ന് ഒരു ശബ്ദം ചീറിയെത്തി. വേണ്ട ഇന്ദ്രേട്ടാ, ഇനി ആ മണ്ണിൽ ലക്ഷ്മി ചേച്ചിയുടെ ശവം പോലും തുടിപ്പിക്കരുത്. അത് കേട്ടവരൊക്കെ അമ്പരപ്പിൽ തിരിഞ്ഞു. അരുണ കത്തുന്ന കണ്ണുകളോടെ നിൽക്കുകയാണവൾ. മോളെ, സുഗുണൻ വിളിച്ചു. മോളോ? അരുണ ചുണ്ടുകോട്ടി. അങ്ങുമെങ്ങും ഇരുന്ന ആളുകൾ പതുക്കെ മുറ്റത്തേക്ക് വന്നു. അരുണയുടെ വാക്കുകൾ ചുഴലിക്കാറ്റായി വട്ടം ചുറ്റി. ഞാൻ നിങ്ങളുടെ മോളാണോ? ഏഹ്. ഇന്ദ്രൻ മാത്രമല്ല, ശിവജിയും മറ്റുള്ളവരും നെറ്റിച്ചൊളിച്ചു. സുഗുണന്റെ മുഖം വിളറി. അരുണ തുടർന്നു. ഇനി എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. ഇന്ദ്രേട്ടൻ അറിയട്ടെ. അറിയാൻ പാടില്ലാത്ത നാട്ടുകാരറിയട്ടെ. എടീ. സുഗുണൻ മുന്നോട്ടാഞ്ഞു. ചിറ്റപ്പൻ നിൽക്ക്. ഇന്ദ്രൻ അയാളെ തടഞ്ഞു നിർത്തി. അരുണ എല്ലാവരെയും ഒന്ന് നോക്കി. എന്റെ അമ്മയെ ഇയാളെ കൊണ്ടുവരുമ്പം ഞാനും ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ട് എന്റെ അമ്മയെ കബനിയിൽ മുക്കിക്കൊന്നിട്ട് ഇയാൾ കൊള്ളവള്ളിയിലെ വീടും പുരയിടവും സ്വന്തമാക്കി. പിന്നീടാണ് കാർത്തിയാനി അമ്മയെ കൊണ്ടുവന്നത്. അപ്പോൾ മുതൽ ഞാൻ ആ വീട്ടിലെ വേലക്കാരിയായി. അത് കഴിഞ്ഞ് ഇയാൾ എന്നെ മുള്ളംകൊല്ലി കൊട്ടാരത്തിൽ കൊണ്ടുചെന്നാക്കി, ഇത്താപ്പൂവിന്റെ ഭാര്യയെ ശുശ്രൂഷിക്കാനെന്ന പേരിൽ. പക്ഷേ ചതിയായിരുന്നു അത്. അരുണേ. സഹികെട്ടതുപോലെ സുഗുണൻ അലറി. മിണ്ടരുത് നിങ്ങൾ. അവൾ കിതച്ചുകൊണ്ട് കൈ ചൂണ്ടി. ഇത്താപ്പുവും അയാളുടെ ആൾക്കാരും എന്നെ പങ്കിടുന്നതിന്റെ കൂലി കണക്ക് പറഞ്ഞ് മാസാമാസം വാങ്ങുകയല്ലായിരുന്നു നിങ്ങൾ? സുഗുണന്റെ തല കുനിഞ്ഞു. ജനം ശ്വാസമടക്കി നിന്നു. ഇന്ദ്രന്റെ രക്തയോട്ടത്തിന് വേഗതയേറി. ഇപ്പോൾ അരുണ പറഞ്ഞു. ഞാൻ സത്യം പറയാം ഇന്ദ്രേട്ട. ലക്ഷ്മി ചേച്ചിയുടെ മരണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട്. ഇത്താപ്പൂനുമുണ്ട്, എനിക്കുറപ്പാ. ഇന്ദ്രന്റെ ഉടൽ വിറച്ചുപോയി. ലക്ഷ്മിയും ശിവജിയും തമ്മിൽ ഉണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് മാത്രം അരുണ പറഞ്ഞില്ല. ജനങ്ങൾ കേട്ടാൽ അത് ലക്ഷ്മി ചേച്ചിയുടെ ആത്മാവിനോട് ചെയ്യുന്ന പാപമാകും. ഇന്ദ്രൻ സുഗുണന്റെ നേരെ തിരിഞ്ഞു. നേരാണോ ചിറ്റപ്പ ഇതൊക്കെ? മോനെ ഇന്ദ്ര, ഈ ഭ്രാന്തി വിളിച്ചു പറയുന്നത് കേട്ട് നീ എന്നെ അവിശ്വസിക്കരുത്. സുഗുണൻ പരുങ്ങി. അവൻ വല്ലാതെയൊന്ന് തലവെട്ടിച്ചു. ചിറ്റപ്പൻ, സത്യം പറ. നിനക്കിവളാണോടാ വലുത്, അതോ ഞാനാണോ? അയാളുടെ ഭാവം മാറി. കൈ ചുരുട്ടി ഒറ്റ ഇടിയായിരുന്നു അവന്റെ മറുപടി. സുഗുണൻ മലർന്നു വീണു. മിന്നൽ പോലെ അവൻ അയാളെ പിടിച്ചുയർത്തി. ആ ചുണ്ടുകൾ പൊട്ടി ചോരയൊലിക്കുന്നത് അവൻ കണ്ടു. പറ ചിറ്റപ്പ. അവൻ വീണ്ടും കൈയോങ്ങി. സുഗുണൻ ആ കൈ തട്ടിമാറ്റി. നീ എന്താടാ എന്നെ മൂക്കിൽ കയറ്റി കളയുമോ? ഇന്ദ്രൻ കാലുയർത്തി ഒറ്റ ചവിട്ട്. അയാൾ വീണ്ടും മലർന്നു വീണു. ശിവജി പിന്നിൽ നിന്ന് ഇന്ദ്രനെ വട്ടം പിടിച്ചു. വേണ്ട ഇന്ദ്ര, ഈ നേരത്തൊരു വഴക്ക് വേണ്ട. സുഗുണൻ ആളുകളെ തള്ളിമാറ്റി പുറത്തേക്കോടി. പിന്നെ തിരിഞ്ഞു നിന്ന് വിളിച്ചു പറഞ്ഞു. അതേടാ നായേ, ഈ പറഞ്ഞതൊക്കെ നേരാന്നിരിക്കട്ടെ. നിന്നെ നിന്റെ ഇനിയുള്ള പെങ്ങളെയും കൂടി ഞാൻ കൊല്ലിക്കുമടാ. കുതറിക്കൊണ്ട് ഇന്ദ്രൻ അലറി. ചിറ്റപ്പൻ എന്ന സ്ഥാനം ഇതോടെ തീർന്നടാ. ഈ ആളുകളെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാ. എന്റെ ലക്ഷ്മിയുടെ മരണത്തിൽ പങ്കുണ്ടെങ്കിൽ നിനക്കും നിന്നോടൊപ്പം നിന്ന ആർക്കും മാപ്പില്ല. കൊല്ലും ഞാൻ ഓരോന്നിനെയും പിടിച്ച് എണ്ണി എണ്ണി. ഈ ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചാലും. മുണ്ടഴിച്ചുടുത്ത് രോഷത്തോടെ സുഗുണൻ നടന്നുപോയി. ആ നേരത്ത് മുള്ളംകൊല്ലിത്തോട്ടത്തിലെ വീട്ടിൽ സുഗുണന്റെ മകൾ രേഖ തനിച്ചായിരുന്നു. കാർത്തിയാനിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുകയായിരുന്നു ഇത്താപ്പു. രാവിലെ അമ്മ ഉണ്ടാക്കിവെച്ച ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് മയങ്ങാനായി കിടന്നതേയുള്ളൂ രേഖ. പുറത്തൊരു വാഹനം വന്നു നിന്നതുപോലെ തോന്നി അവൾക്ക്. രേഖ എണീറ്റ് വാതിൽക്കലേക്ക് വന്നു. എന്നാൽ ഞെട്ടി പിന്നിലേക്ക് മാറി. വാതിലിന്റെ ഇരുപടികളിലും പിടിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇത്താപ്പു. അയാളുടെ കൈകൾക്കിടയിലൂടെ മുറ്റത്ത് കിടക്കുന്ന ബെൻസുകാറും അതിൽ ചാരി നിന്ന് സിഗരറ്റ് വലിക്കുന്ന വൈരനെയും അവൾ കണ്ടു. ഇത്താപ്പുവിന്റെ കണ്ണുകൾ പാവാടയും ഷർട്ടും ധരിച്ചിരുന്ന അവളെ അടിമുടി കൊത്തിവലിച്ചു. അമ്മ കൊട്ടാരത്തിലേക്ക് വന്നായിരുന്നു. പരിഭ്രമത്തോടെ അവൾ പറഞ്ഞു. അറിയാം, ഞാനിപ്പം സുഗുണനെ തിരക്കി വന്നതാ. അവളിൽ നിന്ന് അയാൾ കണ്ണുകൾ പിൻവലിച്ചില്ല.
സാരമില്ല. അയാൾ അകത്തേക്ക് കയറി ഒരു കസേരയിൽ ഇരുന്നു. നാളെ നമ്മുടെ പള്ളിയിൽ പെരുന്നാളല്ലേ? ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന പെരുന്നാൾ. ഞാൻ നിനക്ക് എന്ത് സമ്മാനം തരണം? അത് പിന്നെ മുതലാളി. അവൾ പൂർത്തിയാക്കും മുൻപ് വൈരൻ വാതിൽക്കൽ തലനീട്ടി. ഞാൻ പോയി സുഗുണനെ കൂട്ടിക്കൊണ്ടു വരട്ടെ മുതലാളി. ആ, പോയിട്ട് വാ. വൈരൻ കാറിൽ മടങ്ങിപ്പോയി. എന്ത് വേണമെന്ന് നീ പറഞ്ഞില്ല? ഇത്തപ്പു വീണ്ടും രേഖയ്ക്ക് നേരെ തിരിഞ്ഞു. അവൾക്ക് എന്തോ പന്തികേട് തോന്നിയതുപോലെ മുഖം കുനിച്ച് നിന്നു. അയാൾ പതുക്കെ എഴുന്നേറ്റു. രേഖ ഞെട്ടി പിന്നോട്ട് മാറി. മോളെന്തിനാ എന്നെ പേടിക്കുന്നത്? നിനക്കെന്ത് വേണേലും ഞാൻ തരും. വേണ്ട, എനിക്കൊന്നും വേണ്ട. അവൾ തൊട്ടടുത്ത മുറിയിലേക്ക് കയറി വാതിലടയ്ക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഇത്താപ്പുവും പിന്നാലെ എത്തി. മുതലാളി പോ, അച്ഛൻ വരുമ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. അങ്ങനെ പോകാൻ പറ്റുമോടി? നിന്നെയൊക്കെ കുറെ കാലമായിട്ട് തീറ്റിപ്പോറ്റുന്നത് ഞാൻ തന്നെയല്ലേ? നിന്റെ തടി ഞാൻ തന്ന ചോറ് കൊണ്ടാ. അപ്പോൾ പിന്നെ ഇതിന്റെ അവകാശി ആരാ? അയാളുടെ ഭാവം മാറി. മുതലാളി, ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. പിന്നെ നീ മിണ്ടത്തില്ല. മിണ്ടിയാൽ നാണക്കേട് നിനക്ക് തന്നെ. രേഖയുടെ കണ്ണിൽ ഒരു നനവുണ്ടായി. നോക്ക്, ഇത്താപ്പു പറഞ്ഞു. ഒന്നും കാണാതെ മറ്റൊന്നും ചെയ്യുന്നവനല്ല ഞാൻ. ലാഭമില്ലാത്ത ബിസിനസ് എനിക്കില്ല. നിന്റെ തന്തയ്ക്കും അത് നല്ലതുപോലെ അറിയാം. അതറിഞ്ഞോണ്ട് തന്നെ അവൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. രേഖയുടെ മുഖത്ത് നടുക്കം പടർന്നു. ഞൊടിയിടയിൽ അവൾ പുറത്തേക്ക് ഓടാൻ ഭാവിച്ചു. കഴിഞ്ഞില്ല. ഇത്താപ്പു അവളെ വട്ടം പിടിച്ച് കറക്കിയെടുത്തു. രേഖ ചെന്ന് കിടക്കയിലേക്ക് വീണു. യാതൊരു തിടുക്കവും കൂടാതെ അയാൾ വാതിലടച്ച് കൊളുത്തിട്ടു. സുഗുണൻ വീട്ടിൽ മടങ്ങിയെത്തി. വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. കാർത്തിയായനി വിളിച്ചുകൊണ്ട് തിണ്ണയിലേക്ക് കയറി. മറുപടിയില്ല. മോളെ രേഖേ? അപ്പോഴും മറുപടിയില്ല. ഇതൊക്കെ എവിടെ പോയി തൊലഞ്ഞു നാശങ്ങള്? അയാൾ ആദ്യത്തെ മുറിയിൽ കയറി. അവിടെ ആരുമില്ല. അടുത്ത മുറിയുടെ വാതിൽ ചാരിയിരിക്കുകയായിരുന്നു. സുഗുണൻ അത് തള്ളി തുറന്നു. അകത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. മോളെ! നെഞ്ചി പിളരുന്ന ഒരലർച്ച. പിന്നീട് ഒന്നുകൂടി നിലവിളിക്കാനോ ചലിക്കാനോ കഴിയാതെ മരവിച്ചു നിന്നുപോയി സുഗുണൻ. കട്ടിലിന്റെ ഒരു മൂലയിൽ പേടിച്ചരണ്ടവളെപ്പോലെ കൂനിക്കൂടിയിരിക്കുകയാണ് രേഖ. ഒരു ബെഡ്ഷീറ്റ് വാരി പുതച്ചിട്ടുണ്ട്. അഴിഞ്ഞു ചിതറിയ തലമുടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളും. ചുണ്ടിലും കവളത്തുമൊക്കെ ചോരപ്പാടുകൾ. അവളുടെ ചീന്തിയെറിയപ്പെട്ട വസ്ത്രങ്ങൾ തറയിൽ അങ്ങിങ്ങ് ചിതറിക്കിടന്നിരുന്നു. സുഗുണന്റെ ഹൃദയത്തിനുള്ളിൽ ഒരു തീക്കനൽ കിടന്ന് തിളച്ചു മറിഞ്ഞു. വല്ല വിധേനയും അയാൾ കട്ടിളപ്പടിയിൽ അള്ളിപ്പിടിച്ചു. അല്പം കഴിഞ്ഞ് കാലുകൾക്ക് ബലമില്ലാതായതുപോലെ ആടിയാടി അയാൾ മുന്നോട്ട് നീങ്ങി. മോളെ! രേഖ നടുങ്ങിയതുപോലെ ഒന്ന് വെട്ടിവിറച്ചു. തന്നിലേക്ക് ഒന്നുകൂടി ചുരുങ്ങിയിട്ട് അയാളെ തുറച്ചു നോക്കി. ആരാ മോളെ നിന്നെ? അയാൾ കൈ നീട്ടിയതും അവൾ അലറി. തുടരുത്. തൃപ്തിയായില്ലേ ഇപ്പോൾ? അരുണ ചേച്ചിയോട് ചെയ്തതിനൊക്കെ തിരിച്ചു കിട്ടിയില്ലേ എന്നിലൂടെ? മോളെ! ഇനി നിങ്ങളെന്നെ അങ്ങനെ വിളിക്കണ്ട. നിങ്ങളുടെ മോളല്ല ഞാൻ. ആയിരുന്നേല് നിങ്ങളുടെ മുതലാളിക്ക് വേണ്ടി എന്നെ കൊണ്ടുവന്നിവിടെ താമസിപ്പിക്കുമായിരുന്നോ? ഇത്തവണ സുഗുണൻ വല്ലാതെ ഒന്നുലഞ്ഞു. ഇത്താപ്പോ മുതലാളി ദുഷ്ടൻ. തന്നോടും ഒടുവിൽ അയാൾ പല്ല് ഞെരിച്ചുകൊണ്ട് ചുറ്റും പരതി. മുറിയുടെ മൂലയിൽ കിടന്നിരുന്ന വെട്ടുകത്തിയിൽ അത് തറഞ്ഞു നിന്നു. കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിക്കുന്നത് കേട്ടാണ് ഇത്താപ്പു ഉച്ചയുറക്കം വിട്ടെണീറ്റത്. ആരാന്ന് നോക്കാൻ പോലും ഇവിടെ ആരുമില്ലേ എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ വന്ന് വാതിൽ തുറന്നു. മുന്നിൽ സുഗുണൻ, കൈകൾ പിന്നിൽ കെട്ടി കത്തുന്ന ഭാവത്തിൽ. എന്താ സുഗുണ, ലക്ഷ്മിയുടെ ശവം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയോ? ഒന്നും സംഭവിക്കാത്തതുപോലെ ഇത്താപ്പു ചിരിച്ചു. എന്നാൽ സുഗുണന്റെ മുഖം ഒന്നുകൂടി വലിഞ്ഞു മുറുക്കി. മുതലാളി ഇന്നെന്റെ വീട്ടിൽ വന്നോ? വന്നു. അപ്പോൾ നീ എന്നെ ചതിച്ചു അല്ലേടാ നന്ദിയില്ലാത്ത പട്ടി? ചോദിച്ചതും പിന്നിൽ നിന്ന് അയാൾ കൈ വലിച്ചെടുത്തു. അതിൽ വെട്ടുകത്തി ഇരിപ്പുണ്ടായിരുന്നു. സുഗുണ! ഇത്താപ്പു പിന്നോട്ട് നീങ്ങി. അതേടാ നായേ! ഇരയ്ക്കുമേൽ ചാടി വീഴാനായിരുന്ന ഒരു കരിമ്പുലിയെപ്പോലെ അയാൾ മുന്നോട്ട് നീങ്ങി. ഇനി നീ ജീവിക്കണ്ട. എല്ലാ തോന്നിയാസങ്ങൾക്കും നിനക്ക് കൂട്ടുനിന്നിരുന്നവരാ ഞാൻ. എന്റെ ഏട്ടന്റെ മോളെ പോലെ നിനക്ക് ഞാൻ കാഴ്ചവെച്ചു. എന്നിട്ടും ഒടുവിൽ നീ എന്റെ മോളെ തന്നെ. ഇത്താപ്പുവിന്റെ കഴുത്തിലാക്കാക്കി സുഗുണൻ വെട്ടുകത്തി ആഞ്ഞു വീശി. ആ നിമിഷം അയാൾക്ക് പിന്നിൽ ഒരു നിഴലനങ്ങി. സുഗുണന്റെ കൈ അന്തരീക്ഷത്തിൽ നിശ്ചലമായി. വിശ്വാസം വരാത്തതുപോലെ അയാൾ തന്റെ നെഞ്ചിലേക്ക് നോക്കി. ചുവന്ന പെയിന്റ് അടിച്ചതുപോലെ ചോരയിൽ മുങ്ങിയ ഒരു വാളിന്റെ അഗ്രം തന്റെ നെഞ്ചിൽ നിന്ന് മുന്നിലേക്ക് തള്ളി നിൽക്കുന്നത് സുഗുണൻ കണ്ടു. അധ്യായം 46. പൂർത്തിയാക്കാത്ത ഒരു നിലവിളി സുഗുണന്റെ നാവിൽ കുരുങ്ങി. ഉയർത്തിപ്പിടിച്ച കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിവിട്ട് തറയിൽ വീണു. സുഗുണന്റെ നെഞ്ചു പിളർന്ന് മുന്നോട്ട് വന്ന വാൾമുനയിൽ നിന്ന് ചോരത്തുള്ളികൾ തറയിലേക്ക് ഇറ്റുവീണ് ചിതറിക്കൊണ്ടിരുന്നു.
അയാൾ പണിപ്പെട്ട് തിരിഞ്ഞു നോക്കി. വാളിലെ പിടിവിടാതെ ക്രൂരമായ ചിരിയോടെ വൈരൻ നിൽക്കുന്നു. നിനക്കും നിന്റെ മുതലാളിക്കും നേർക്ക് നേരെ നിന്ന് ഏറ്റുമുട്ടാനുള്ള ധൈര്യമില്ലെന്നറിയാമടാ പട്ടി. അയാൾ തിരിഞ്ഞ് ഇത്താപ്പൂവിനെയും നോക്കി. എന്റെ മരണം കൊണ്ട് ഒക്കെ അവസാനിക്കുമെന്ന് താൻ കരുതണ്ട. അവൻ വരും ഇന്ദ്രൻ. നിന്റെ തലയും ഉടലും ഈ കൊട്ടാരത്തിൽ കിടന്നുരുളുന്നത് അങ്ങ് മുകളിൽ നിന്ന് ഞാൻ കാണും. ഇത്താപ്പു അത് കേട്ട് ചിരിച്ചു. അതിനവന് അവസരം കിട്ടത്തില്ല സുഗുണ. കാരണം നിന്നെ കൊന്നത് അവനാണെന്ന് വരുത്തി തീർക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. നിന്നെ കൊല്ലുമെന്നവൻ പരസ്യമായി വിളിച്ചു പറഞ്ഞതല്ലേടാ. സുഗുണൻ മറുപടി പറയും മുൻപ് വൈരൻ വാൾ ഒന്നുകൂടി മുന്നോട്ട് തള്ളി ഇടംവലം തിരിച്ചു. ആന തള്ളുന്ന മരം കണക്കെ സുഗുണൻ ഒന്ന് ഉലഞ്ഞു. വൈരൻ ശക്തിയിൽ വാൾ വലിച്ചൂരി. പൈപ്പ് പൊട്ടിയതുപോലെ സുഗുണന്റെ നെഞ്ചിൽ നിന്ന് ചോര ചീറ്റിത്തെറിച്ചു. ഇടംകൈ നെഞ്ചിലമർത്തി സുഗുണൻ മുന്നോട്ട് മറഞ്ഞു. അതിനിടെ സർവശക്തിയും വലങ്കൈയിലേക്ക് ആവാഹിച്ച് ഇത്താപ്പൂന്റെ കവളടക്കം ഒറ്റയടി. അതാരും കരുതിയിരുന്നില്ല. ശക്തനോട് ദുർബലന്റെ അവസാനത്തെ പ്രതിഷേധം. ഇത്താപ്പു ഇരുട്ടിൽ തപ്പുന്നത് പോലെ ഒരു നിമിഷം നിന്നു. തറയിൽ വീണ് പിടഞ്ഞ സുഗുണന്റെ നാവിൽ നിന്ന് അവസാനത്തെ ശബ്ദവും പുറത്തു വന്നു. നീ മുടിഞ്ഞു പോകും. ഒന്നുകൂടി വെട്ടിപ്പിടഞ്ഞ അയാളുടെ ശരീരം നിശ്ചലമായി. ഥു! ആ ശരീരത്തിലേക്ക് ഇത്താപ്പു കാരത്തുപ്പി. പ്രതികാരത്തിന് വന്നിരിക്കുന്നു പീറ. അയാൾ വൈരനോട് പറഞ്ഞു. തൽക്കാലം ഇവന്റെ ശവം ഒരു ചാക്കിലാക്കി സൂക്ഷിക്ക്. രാത്രിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അടിയേറ്റ കവളിൽ തടവിക്കൊണ്ട് ഇത്താപ്പു തിരിഞ്ഞു നടന്നു. സമയം കടന്നുപോയി. ലക്ഷ്മിയുടെ ശവശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരികെ കിട്ടി. നെല്ലിലാൽ കുമാരന്റെ വാടക വീടിനടുത്ത് തന്നെ അവൾക്ക് ചിതയൊരുങ്ങി. വൻ ജനാവലിയുണ്ടായിരുന്നു അവിടെ. ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ ഇന്ദ്രന്റെ ഹൃദയം വിണ്ടുകീറിയതുപോലെ നീറിപ്പുകഞ്ഞു. എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണുകൾ കവിഞ്ഞൊഴുകി. ശിവജി തലകുനിച്ച് നിൽക്കുകയായിരുന്നു. ചിതയാകെ തീ പടർന്നു. 2 കുഞ്ഞു തുണ്ടുകളായി അത് ഇന്ദ്രന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചുകൊണ്ടിരുന്നു. മോളെ ലക്ഷ്മി, അവൻ ഉള്ളിൽ പറഞ്ഞു. നിന്നോട് ഈ ചതി ചെയ്തവരെ ഉടനെ ഞാൻ അങ്ങോട്ടയക്കും. സ്വർഗത്തിൽ നിനക്ക് ദാസിവേല ചെയ്യാനായിട്ട്. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. ശിവജി ഇന്ദ്രന്റെ തോളിൽ കൈവച്ചു. അവൻ തിരിഞ്ഞു നോക്കി. വാ. ശിവജി ഇന്ദ്രനെ മെല്ലെ അവിടെ നിന്ന് കൊണ്ടുപോയി. പത്തനാപുരത്തും പരിസരത്തും മാത്രമല്ല, പത്തനംതിട്ട ജില്ല മുഴുവൻ കരിങ്കാളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ശിവജിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ശിവജിയുടെ സുഹൃത്തുക്കളെ മുഴുവൻ തിരഞ്ഞു പിടിച്ച് ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം സത്യനേശൻ മുതലാളി പറഞ്ഞു, ഇന്ദ്രൻ എവിടെയുണ്ടോ അവിടേക്കാണ് ശിവജി. എന്റെ മനസ്സങ്ങനെ പറയുന്നു കരിങ്കാളി. കരിങ്കാളി മീശയൊന്ന് തടവിയിട്ട് നീണ്ട മുടിയിഴകളിൽ പിടിച്ച് വെറുതെ വലിച്ചുകൊണ്ടു നിന്നു. ഇന്ദ്രനിലേക്ക് എത്തിപ്പെടാൻ ഒരാളെ കണ്ടാൽ കഴിഞ്ഞേക്കും. അയാളുടെ കണ്ണുകൾ കുറുകി. ആരെ? തിരിച്ചു വന്നിട്ട് പറയാം. തന്റെ അനുചരന്മാരെയും കൂട്ടി കരിങ്കാളി കോളേജിൽ കയറി. ബൊലേറോ നഷ്ടപ്പെട്ടപ്പോൾ സത്യനേശൻ വാങ്ങിക്കൊടുത്ത പുതിയ വണ്ടിയായിരുന്നു അത്. നേരം സന്ധ്യയാകാറാകുന്നതേയുള്ളൂ. ഒരിരമ്പലോടെ കോളീസ് കോന്നി തെങ്ങുംകാവിൽ വന്ന് ബ്രേക്കിട്ടു. SNDP ഓഡിറ്റോറിയത്തിന് എതിർവശത്തുള്ള തന്റെ STD ബൂത്തിന്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്നു സനേഷ്. കോളേജിൽ നിന്ന് കരിങ്കാളിയും പടയും കുതിച്ചിറങ്ങി. അവരുടെ കൈകളിൽ ക്രിക്കറ്റ് ബാറ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു. സനേഷിന്റെ നെറ്റി ചുളിഞ്ഞു. തല്ലി പൊളിക്കടാ. ബൂത്തിനോട് ചേർന്ന ബേക്കറിയിലേക്ക് കരിങ്കാളി കൈ ചൂണ്ടി. ഞൊടിയിടയിൽ അനുയായികൾ ബേക്കറിയിലേക്ക് ചാടിക്കയറി. കരിങ്കാളി കൈകെട്ടി റോഡിൽ തന്നെ നിന്നതേയുള്ളൂ. സനേഷിനെ എതിർക്കാൻ കഴിയും മുൻപ് ബേക്കറിയിലെ ഗ്ലാസ് അലമാരകളും ഭരണികളുമെല്ലാം തകർക്കപ്പെട്ടു. കോളക്കുപ്പികൾ ചിതറി വരാന്തയിലേക്കും മുറ്റത്തേക്കും വീണു. നിങ്ങളാരാ? എന്താണ് ഈ കാണിക്കുന്നത്? സനേഷ് വാതിൽക്കലേക്ക് ഓടിച്ചെന്നു. ഒരാൾ അവന്റെ കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി. ചെന്ന് വീണത് കരിങ്കാളിയുടെ കാൽക്കൽ. ആന തേങ്ങ ചവിട്ടിപ്പൊതിക്കുന്നത് പോലെ കരിങ്കാളി കാലുയർത്തി അവന്റെ നെഞ്ചത്തമർത്തി. നീയല്ലേടാ സനേഷ്? ആന്നേ. നിലവിളിക്കിടയിൽ അവൻ പറഞ്ഞു. നിനക്ക് മരിക്കണോടാ? വേണ്ടായേ. എങ്കിൽ ഒറ്റ ചോദ്യത്തിന് ഉത്തരം തരണം. ഇന്ദ്രൻ എവിടെയുണ്ടിപ്പോൾ? സനേഷ് പതറി. അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കരിങ്കാളി സത്യം ഗ്രഹിച്ചു. നോക്ക്, എന്നെ കള്ളം പറഞ്ഞ് വഴിതെറ്റിക്കാമെന്ന് കരുതണ്ട. കരിങ്കാളി അനുചരർക്ക് നേരെ കൈനീട്ടി. ഒരാൾ ക്രിക്കറ്റ് ബാറ്റ് ആ കൈവെള്ളയിലേക്ക് വെച്ചുകൊടുത്തു. ഒറ്റയടി മതി നിന്റെ തല പിളരാൻ. അത് വേണ്ടെങ്കിൽ പറഞ്ഞു താടാ. പറയാം, ഈ കാലൊന്ന് മാറ്റി. കരിങ്കാളി കാൽ പിൻവലിച്ചു. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് സനേഷ് എഴുന്നേറ്റിരുന്നു. വയനാട്ടിൽ എവിടെയോ ഉണ്ട് ഇന്ദ്രൻ. കൃത്യമായിട്ട് എവിടാന്ന് അറിയത്തില്ല. ഒന്നൂടൊന്ന് ആലോചിച്ചു നോക്കിയാടാ. പുൽപ്പള്ളിന്നോ മറ്റോ ആണെന്നാ തോന്നുന്നത്. മിടുക്കൻ. കരിങ്കാളി ഒരു കോഴിയെ പിടിക്കുന്ന ലാഘവത്തോടെ സനേഷിനെ പിടിച്ചുയർത്തി.
ഈ പറഞ്ഞത് കളവായാൽ ഒരിക്കൽ കൂടി ഞാനിങ്ങോട്ട് വരും. എന്തിനാണെന്നറിയാമല്ലോ. അവനെ പിന്നോട്ട് തള്ളിയിട്ട് അയാൾ വെട്ടിത്തിരിഞ്ഞു. വരിനടാ. ഗുണ്ടകൾ കോളിസിൽ ചാടിക്കയറി. കോളീസ് റോഡിൽ വട്ടം തിരിഞ്ഞ് വന്ന വഴിയെ പാഞ്ഞുപോയി. സെക്കൻഡുകൾക്കുള്ളിലാണ് ഇത്രയും നടന്നത്. ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും കോളീസ് കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു. വിവരമറിഞ്ഞ സത്യനേശൻ മുതലാളി അലറി, എങ്കിൽ നമ്മൾ പോവുകയാണ് വയനാടിന്, ഇന്ന്, ഇപ്പോൾ തന്നെ. അരമണിക്കൂറിനുള്ളിൽ സത്യനേശനും കരിങ്കാളിയും അടങ്ങുന്ന സംഘം 2 വാഹനങ്ങളിലായി വയനാടിന് തിരിച്ചു. നേരം ഇരുട്ടിക്കഴിഞ്ഞു. ഇന്ദ്രനും മറ്റും അന്ന് ജലപാനം പോലും നടത്തിയിട്ടില്ല. നെല്ലിലാൽ കുമാരൻ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നു വെച്ചെങ്കിലും ആരും അതിൽ തൊട്ടില്ല. പുരയ്ക്കുള്ളിൽ ഇപ്പോഴും ഭദ്രയുടെയും അരുണയുടെയും അടക്കിപ്പിടിച്ച തേങ്ങലും പിറുപിറുക്കലും കേൾക്കാം. തിണ്ണയിൽ മൺപ്രതിമകളായി ഇരിക്കുകയാണ് ഇന്ദ്രനും ശിവജിയും മറ്റും. ഇന്ദ്ര, പാഞ്ചാലിയുടെയും മറ്റും അടുത്ത് പോകണ്ടേ? നാളെയല്ലേ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്? ശിവജി മറ്റാരും കേൾക്കാതെ അവനോട് തിരക്കി. ഇന്ദ്രൻ ഒന്ന് പിടഞ്ഞുണർന്നു, ഉറക്കെ ഞെട്ടിയതുപോലെ. അവൻ ഒന്ന് ശ്വാസം വലിച്ചു. കുറച്ചുകൂടി ഇരുട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ എഴുന്നേറ്റു. ഞാൻ അങ്ങോട്ട് പോയി വരാം. ഈ അവസ്ഥയിൽ നിന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. പദ്ധതികൾ കൃത്യമായി അറിയണമെങ്കിൽ താൻ കൂടി പോയേ പറ്റുമെന്ന് ശിവജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇതൊന്നും അറിയാത്ത ഇന്ദ്രൻ അത് സമ്മതിക്കുകയും ചെയ്തു. രാത്രിയിൽ അവരിരുവരും വനത്തിലേക്ക് തിരിച്ചു. 12 മണിയോടടുത്തു അവിടെ ചെല്ലുമ്പോൾ പാഞ്ചാലിയും കൃഷ്ണനും ഗുരുക്കളുമൊക്കെ അവരെ കാത്തിരിക്കുകയായിരുന്നു. പാഞ്ചാലി സങ്കടത്തോടെ അവനെ നോക്കി. ലക്ഷ്മിയെയും ആ നീചന്മാർ. അവളുടെ ശബ്ദം ചിലമ്പി. ഒക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇന്ദ്രന്റെ മുഖം കുനിഞ്ഞു. ഗുരുക്കൾ വന്ന് അവന്റെ ഇരുതോളിലും മുറുകെ പിടിച്ചു. എല്ലാത്തിനും നമ്മൾ നാളെ എണ്ണി എണ്ണി കണക്ക് ചോദിക്കും ഇന്ദ്ര. ഇത്താപ്പുവിന്റെ കാലഘട്ടം നാളെ അവസാനിക്കുകയാണ്. ഒരിക്കലും ഒരു തിരിച്ചടിയുണ്ടാകാതിരിക്കാൻ ആ കുടുംബത്തിൽ ഒന്നും ബാക്കി കാണില്ല. നോക്ക്, പുതിയ വാരിക്കുന്തങ്ങൾ. അയാൾ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ഇന്ദ്രനും ശിവജിയും നോക്കി. മൂർച്ചയുള്ള പുതിയ വാരിക്കുന്തങ്ങൾ ഒരു ഭാഗത്തേക്ക് അടുക്കി വെച്ചിരിക്കുന്നു. ഗുരുക്കൾ തുടർന്നു. നെഞ്ചിൽ ഇവ കുത്തിയിറക്കിക്കൊണ്ടുവേണം ഇത്താപ്പുവിനോട് ഓരോരുത്തർക്കും വേണ്ടിയുള്ള കണക്കുകൾ ചോദിക്കാൻ. പുതിയൊരാവേശം ഉൾക്കൊണ്ടതുപോലെ ഇന്ദ്രന്റെ സിരകൾ ത്രസിച്ചു. അവന്റെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം മറ്റുള്ളവർ കേട്ടു. ഇരിക്കി, ഈ കാര്യങ്ങൾ വിശദീകരിക്കാം. ഗുരുക്കൾ ഇന്ദ്രനെ മരക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ കസേരയിൽ ഇരുത്തി. തൊട്ടരികിൽ തന്നെ അയാളും ഇരുന്നു. ശിവജിയും കൃഷ്ണനും പാഞ്ചാലിയും കൂടി അവരോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തു. ശിവജിക്ക് പാഞ്ചാലിയിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാനേ കഴിഞ്ഞില്ല. അവളാണ് പദ്ധതി വിശദീകരിച്ചത്. രാത്രി 9 മണിക്ക് പള്ളിയിൽ വെടിക്കെട്ടുണ്ട്. ആ നേരത്തായിരിക്കണം നമ്മൾ മുള്ളംകൊല്ലി കൊട്ടാരം വളയേണ്ടത്. നമ്മൾ 4 സംഘങ്ങളായി വിഭജിക്കപ്പെടും. എന്നിട്ട് കൊട്ടാരത്തിന്റെ 4 ദിക്കുകളിലെത്തും. 10 മണി മുതൽ പള്ളിയിൽ ബൈബിൾ നാടകം തുടങ്ങും. അതിന്റെ ശബ്ദം മൈക്കുകളിലൂടെ ആ പരിസരം മുഴുവൻ നിറയും. അതിനിടയിൽ ആരൊക്കെ നിലവിളിച്ചാലും കേൾക്കുകയില്ല. നാടകം തുടങ്ങുന്നതാണ് നമ്മുടെ സിഗ്നൽ. ഒരേ സമയം 4 ഭാഗത്തു നിന്നും കൂടി കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറണം. മുന്നിലുള്ള വാതിലുകൾ ചവിട്ടിപ്പൊളിച്ചോ വെട്ടിക്കീറിയോ അകത്ത് കടക്കണം. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഇത്താപ്പൂനെ എനിക്ക് വിട്ടുതരണം. എന്റെ കുടുംബത്തോട് അവൻ ചെയ്തതിനൊക്കെ കണക്ക് പറയുമ്പോൾ എനിക്ക് അവന്റെ നെഞ്ച് കുത്തിക്കീറണം. അല്പനേരത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. പിന്നീട് പാഞ്ചാലി പറഞ്ഞ പദ്ധതികൾ അവർ ചർച്ച ചെയ്ത് വേണ്ട ഭാഗങ്ങളിൽ ഭേദഗതികൾ വരുത്തി. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുമ്പോൾ കാട്ടുകോഴികൾ കൂവി തുടങ്ങിയിരുന്നു. വീട്ടിലെത്തുമ്പോൾ വെളിച്ചം പരന്നു തുടങ്ങി. അന്ത്യയുദ്ധത്തിന് മുൻപുള്ള ഉറക്കത്തിനായി ഇന്ദ്രൻ കയറി കിടന്നു. വെയിൽ പരന്നു. ശിവജി നോക്കുമ്പോൾ ഇന്ദ്രൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവൻ തന്റെ കൂട്ടാളികളെ മാറ്റി നിർത്തി ചില കാര്യങ്ങൾ അടക്കത്തിൽ പറഞ്ഞിട്ട് ജീപ്പിൽ കയറിപ്പോയി. മുള്ളംകൊല്ലി കൊട്ടാരത്തിലാണ് ആ യാത്ര അവസാനിച്ചത്. ഇത്താപ്പു അവനെ സ്വീകരിച്ചിരുത്തി. പറയൂ ശിവജി, എന്താണ് പുതിയ വിശേഷം? ലക്ഷ്മിയുടെ മരണത്തിൽ മുതലാളിക്കും സുഗുണൻ ചിറ്റപ്പനും പങ്കുണ്ടെന്ന് ഇന്ദ്രൻ ഉറച്ച മട്ടാണ്. ഞാൻ മാത്രം തൽക്കാലം ചിത്രത്തിലില്ല. അത് നന്നായി. ഇത്താപ്പു തലയിളക്കി. അതിരിക്കട്ടെ, സുഗുണൻ ചിറ്റപ്പനെ പിന്നീട് കണ്ടില്ലല്ലോ. ഇത്താപ്പു ഒന്ന് പതറിയെങ്കിലും സമർത്ഥമായി അതയാൾ മറച്ചു. ഇങ്ങോട്ടും വന്നില്ല, ഒളിച്ചു പോയി കാണും ഭീരു. അതുപോട്ടെ, മറ്റൊരു പ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. അവൻ മുന്നോട്ടാഞ്ഞിരുന്നു. ഇത്താപ്പുവിന്റെ മുഖം ഗൗരവത്തിലായി. ഇന്ന് പാഞ്ചാലിയും ഇന്ദ്രനും അടങ്ങുന്ന സംഘം ഈ കൊട്ടാരം ആക്രമിക്കും. ശിരസിൽ തീ കോരിയിട്ടതുപോലെ ഇത്താപ്പു കിടുങ്ങിപ്പോയി. ശിവജി പതുക്കെ തലയാട്ടിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത്താപ്പുവിന്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മാറി മാറി തെളിഞ്ഞു. അവസാനം അയാൾ വൈരനെയും വിളിച്ചു വരുത്തിയിട്ട് ചർച്ചയായി. അവർ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുൻപ് നമ്മൾ അങ്ങോട്ട് കയറി നിരത്തിയാലോ? അവരുടെ വനത്തിലെ താവളം ശിവജിക്ക് അറിയാമല്ലോ. ചോദ്യഭാവത്തിൽ വൈരൻ ഇരുവരെയും മാറി മാറി നോക്കി. പാടില്ല, ശിവജി പറഞ്ഞു. വനത്തിലൂടെ അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ ധാരാളം വഴികളുണ്ട്. അതുകൊണ്ട് ശത്രുക്കളെ ഈ കൊട്ടാരത്തിനുള്ളിലിട്ട് വളഞ്ഞു പിടിക്കുന്നതാണ് ബുദ്ധി.
അതുകൊണ്ട് തീരുന്നില്ല കാര്യങ്ങൾ. ഇത്താപ്പു കടപ്പല്ലി ഞെരിച്ചു. അവർ ഇവിടം ആക്രമിക്കുമ്പോൾ ഇന്ദ്രന്റെ പെങ്ങളും അരുണയും നമ്മുടെ കൂടെ ഉണ്ടാവണം. അയാൾ അത് നടപ്പാക്കേണ്ട രീതി വിവരിച്ചു കൊടുത്തു. ശിവജിയും വൈരനും സമ്മതിച്ചു. ഞാൻ ഇറങ്ങുന്നു, ഇനി നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെടൂ പറഞ്ഞിട്ട് ശിവജി ഇറങ്ങി. ഇത്താപ്പു കുറുക്കന്റെ കൗശലത്തോടെ ഒന്ന് ചിരിച്ചത് ശിവജി കണ്ടില്ല. അവൻ തിരിച്ച് ഇന്ദ്രന്റെ അരികിലെത്തി. ഇന്ദ്രൻ ഉണർന്നിരുന്നു. നീ എവിടെ പോയി? അവൻ മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ റോഡിൽ ഒരു കാർ വന്ന് നിന്നു. അതിൽ നിന്നിറങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റ് ദാസപ്പൻ വേഗം ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു. ഇന്ദ്ര, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ മുഖം കണ്ടപ്പോൾ തന്നെ ഇന്ദ്രന് അപകടം മണത്തു. ശിവജിയിൽ ഒരു ഞെട്ടലും ഉണ്ടായി. എന്താ ദാസപ്പൻ സാറേ? നെഞ്ചിടിപ്പോടെ ഇന്ദ്രൻ തിരക്കി. വാ പറയാം. ദാസപ്പൻ അവന്റെ കരം കവർന്നുകൊണ്ട് മുറ്റത്തിന്റെ മൂലയിലേക്ക് നടന്നു. ശിവജി പിന്നാലെ ചെന്നു. ദാസപ്പൻ തിരിഞ്ഞു നോക്കി. ഇന്ദ്രനോട് മാത്രം സംസാരിക്കാനുള്ള കാര്യമാ ശിവജി ഇത്. അവൻ വിളറിപ്പോയി. ഉള്ളിൽ രോഷം തിളച്ചു. അതടക്കിക്കൊണ്ട് അവൻ പിന്തിരിഞ്ഞു. അവനും കൂടി കേട്ടാൽ കുഴപ്പമില്ല സാറേ, ഇന്ദ്രൻ പറഞ്ഞു. കുഴപ്പമുണ്ട്, ദാസപ്പൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഒരു നിമിഷം ഇന്ദ്രന്റെ പുരികങ്ങൾ വളഞ്ഞു. ശിവജി പൊടുന്നനെ തന്റെ ജീപ്പിൽ കയറിപ്പോയി. ഇന്ദ്ര, ദാസപ്പൻ വിളിച്ചു. ലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. അതിൽ നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. എന്താ സാറേ അത്? ലക്ഷ്മി 4 മാസം ഗർഭിണിയായിരുന്നു. ഇന്ദ്രന്റെ നെഞ്ചിൽ ഒരു വെട്ട് കിട്ടിയതുപോലെ പിടച്ചിലുണ്ടായി. ഈശ്വര! കത്തി നിന്നിരുന്ന ഒരു ലൈറ്റ് പെട്ടെന്നണഞ്ഞതുപോലെ അവന്റെ തലച്ചോർ ഇരുൾ തിങ്ങി. ഇന്ദ്ര, ദാസപ്പൻ അവന്റെ തോളിൽ കൈവച്ചു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ശിവജി ഇത്താപ്പുവിന്റെ അടുത്ത് പോയിരുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകളുണ്ട്. അടുത്ത ഞെട്ടൽ. ഇല്ല ദാസപ്പൻ സാറേ, അതാരോ വെറുതെ പറഞ്ഞതാ. ശിവജി അവിടെ പോകില്ല, അവൻ തർക്കിച്ചു. എത്ര പേർ സാക്ഷികളുണ്ടെന്ന് അറിയാമോ? ഏതായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കൂടുതലൊന്നും പറയാതെ ദാസപ്പൻ മടങ്ങി. മൺപ്രതിമ പോലെ ഏതാനും നിമിഷം അവിടെ തന്നെ നിന്നുപോയി ഇന്ദ്രൻ. കുറച്ചു കഴിഞ്ഞ് പരിസരബോധമുണ്ടായപ്പോൾ അവൻ അരുണയെ വിളിച്ചു. എന്താ ഏട്ടാ? അവൾ എത്തി. ഒന്നറച്ചു നിന്നിട്ട് അവൻ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു. അരുണ തല കുനിച്ചു. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നുവെങ്കിൽ നീ അതേക്കുറിച്ച് അറിയാതിരിക്കില്ല. ഇന്ദ്രൻ അവളെ സൂക്ഷിച്ചു നോക്കി. നേരാണ്, അരുണ പിറുപിറുത്തു. ആരാണവൻ? ലക്ഷ്മി ആളെ പറഞ്ഞോ? അവൻ അവളുടെ ഇരുതോളിലും പിടിച്ച് ശക്തിയായി കുലുക്കി. പറഞ്ഞു. ആരാ? ശിവജി. പ്രകൃതി പെട്ടെന്ന് നിശ്ചലമായതുപോലെ ഇന്ദ്രന് തോന്നി. അരുണ തുടർന്നു. ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലെന്നേയുള്ളൂ. ശിവജിയെ എനിക്ക് സംശയമുണ്ട്. അവനും കൂടി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഒരുത്തരം നൽകാൻ അവന് കഴിഞ്ഞില്ല. ഒന്നും പറയാതെ ഇന്ദ്രൻ വേച്ച് നടന്നു വന്ന് തിണ്ണയിലിരുന്നു. സമയം കടന്നുപോയി. ശിവജി മടങ്ങിയെത്തി. എന്താ ഇന്ദ്ര വല്ലാതിരിക്കുന്നത്? അവന്റെ ഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ശിവജി തിരക്കി. ഇന്ദ്രൻ മുഖമുയർത്തി. സുഹൃത്തിനെ ആദ്യം കാണുന്നത് പോലെ നോക്കി. സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിച്ചവൻ. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുകയായിരുന്നു ഇവൻ. ചിത്രങ്ങൾ ഒന്നൊന്നായി അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ഇപ്പോൾ തലയിലെ ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്നതുപോലെ തോന്നി അവന്. ഇന്ദ്രൻ എഴുന്നേറ്റു. നീ വാ, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഇന്ദ്രൻ ശിവജിയെയും കൂട്ടി മുറിക്കുള്ളിലേക്ക് കയറി. എന്താ ഇന്ദ്ര? ശിവജിക്ക് പന്തികേട് മണത്തു. പറയാം. അവൻ വാതിലടച്ച് കൊളുത്തിട്ടു. പിന്നെ അതിൽ ചാരി നിന്നു. എന്റെ പെങ്ങളുടെ മരണത്തിൽ നിനക്ക് പങ്കുണ്ട് അല്ലേ? ഇത്താപ്പുവിന്റെ പാളയത്തിലേക്ക് നീ ചേക്കേറി അല്ലേടാ? പതിഞ്ഞ സ്വരത്തിലായിരുന്നു ചോദ്യം. എന്താ ഇന്ദ്ര ഈ പറയുന്നത്? പരിഭ്രമം മറച്ചു വയ്ക്കാൻ അവൻ പാടുപെട്ടു. ഇനിയും ഒളിച്ചു കളിക്കുന്നോടാ? ഇന്ദ്രൻ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നിലേക്ക് ബലമായി വലിച്ചടുപ്പിച്ചു. നായേ, പറയടാ. ഒരു ആരാച്ചാരുടെ മുഖമായിരുന്നു ഇന്ദ്രന്. ശിവജിയുടെ കണ്ണുകൾ കുറുകി. അതേടാ, നിന്നെ ചതിക്കുകയായിരുന്നു ഞാൻ. അലർച്ചയോടെ ശിവജി ആ കൈ തട്ടിമാറ്റി. നിന്റെ പെങ്ങളെ ഞാൻ ഗർഭിണിയാക്കി. അവളെ വിറ്റ് കാശാക്കി. നിന്റെ രണ്ടാമത്തെ പെങ്ങളെയും ഞാൻ വിൽക്കും. നിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ച ശേഷമേ ഞാൻ ഈ വയനാട് വിടത്തുള്ളടാ. ഇന്ദ്രന്റെ ഉടലാകെ ഒന്ന് വിറച്ചു. അടുത്ത ക്ഷണം അടിവയറു നോക്കി ഒരൊറ്റ ചവിട്ടായിരുന്നു. ശിവജി അലർച്ചയോടെ പിന്നോട്ട് മറിഞ്ഞു. ഇന്ദ്രൻ അവന്റെ മേലോട്ട് ചാടി. പരസ്പരം കൊല്ലാൻ വെമ്പുന്ന കാട്ടുമൃഗങ്ങളെപ്പോലെ അവർ കെട്ടിമറിഞ്ഞു. അടുത്ത നിമിഷം വാതിൽപ്പാളി തകർന്നു വീണു. ഇന്ദ്രൻ തിരിഞ്ഞു നോക്കി. ഭദ്രയെയും അരുണയെയും ചേർത്ത് പിടിച്ച് കഴുത്തിൽ കത്തി അമർത്തിക്കൊണ്ട് നിൽക്കുന്നു ശിവജിയുടെ ആളുകൾ. ഇന്ദ്ര, ഞാൻ 3 വരെ എണ്ണും. അതിനുള്ളിൽ നീ ശിവജിയെ വിട്ടില്ലെങ്കിൽ ഇവളുമാർ കഴുത്തറ്റ് വീഴും. ഒരാൾ മുന്നറിയിപ്പ് നൽകി. ഇന്ദ്രൻ പകച്ചുപോയി. അധ്യായം 47. ഞാൻ എണ്ണാൻ തുടങ്ങുകയാണ്. ശിവജിയുടെ ഗുണ്ട ഭദ്രയുടെ കഴുത്തിൽ കത്തി അല്പം കൂടി അമർത്തി.
കഴുത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടപ്പോൾ ഭദ്ര ഒന്ന് പുളഞ്ഞു. അവളുടെ കഴുത്തിലൂടെ ഒരു തുള്ളി ചോര താഴേക്ക് ഒഴുകിയിറങ്ങുന്നത് ഇന്ദ്രൻ കണ്ടു. ഗുണ്ട എണ്ണി. 1. അങ്കലാപ്പോടെ ഇന്ദ്രൻ ശിവജിയെ വിട്ടു. ഞൊടിയിടയിൽ ശിവജി ചാടി എണീറ്റു. ഇന്ദ്രന്റെ ഇടുപ്പിൽ കാലമർത്തി അവനെ തറയിലേക്ക് ഞെരിച്ചു പിടിച്ചുകൊണ്ട് വലങ്കൈ വലിച്ചുയർത്തി വെട്ടിത്തിരിച്ചു. അമ്മേ! തോൾ തിരിഞ്ഞ് പറഞ്ഞു പോകുന്ന വേദനയിൽ അവനിൽ നിന്നൊരു രോദനമുയർന്നു. എന്നെ കൊന്നോട്ടെ ഇന്ദ്രേട്ടാ, എന്നാലും ആ ചതിയനെ വിടല്ലേ, ഭദ്ര വിളിച്ചു പറഞ്ഞു. ശിവജി അത് കേട്ട് ക്രൂരമായി ചിരിച്ചു. ഇല്ലടി, ചത്താലും സ്വന്തം ചോരയോട് കൂറുള്ളവനാ ഈ പട്ടി. നിന്നെ ജീവനോട് തിരികെ കിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും എന്നെ എതിർക്കത്തില്ല ഇവൻ. വേദന സഹിക്കാൻ എന്നവണ്ണം ഇന്ദ്രൻ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണടച്ചു. എന്നിട്ടും കൺപോളകൾ പിളർത്തി 2 തുള്ളി കണ്ണീർ ഒലിച്ചിറങ്ങി. അത് കണ്ണീരല്ല, ചോരയാണെന്ന് തോന്നി അരുണയ്ക്ക്. ഇന്ദ്ര! മതം പൊട്ടിയ ആനയെപ്പോലെ ശിവജി അലറി. ഈയൊരു നിമിഷത്തിനായി എത്ര കൊല്ലമായി ഞാൻ കാത്തിരിക്കുകയായിരുന്നെന്ന് അറിയാമോടാ? നിന്റെ നിഴലായി, കൂട്ടുകാരനായി, ഒരു പാത്രത്തിലുണ്ടും ഒന്നിച്ചുറങ്ങിയും കഴിഞ്ഞപ്പോഴും ഞാൻ ഉള്ളിൽ കൊതിച്ചിരുന്ന നിമിഷം. ഇന്ന് രാത്രിയിലായിരുന്നു നിന്റെ അന്ത്യം ഞാൻ എന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും നീ തന്നെ അത് കുറച്ചുകൂടി നേരത്തെയാക്കി. പണിപ്പെട്ട് തലതിരിച്ച് ഇന്ദ്രൻ ശിവജിയെ ഒന്ന് നോക്കി. പറയടാ പട്ടി, സ്വന്തം കൂടപ്പുറപ്പിനേക്കാൾ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നില്ലേ? എന്നിട്ടും നീ എന്നോടിത് ചെയ്തതെന്തിനാ? അത് ന്യായം. ഇടം കൈകൊണ്ട് ഇന്ദ്രന്റെ വലങ്കൈ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് ശിവജി പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. പിന്നെ ലൈറ്റർ തെളിച്ച് തീ പകർന്നു. അത് പറയണമെങ്കിൽ മനസ്സിനെ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോകണം. 10-17 വർഷം പിന്നോട്ട്. അന്ന് നിന്റെ അപ്പന് പണി എന്തായിരുന്നെന്ന് നിനക്കറിയാമോ? സത്യനേശന്റെ ചിട്ടിക്കമ്പനിയിൽ കണക്കെഴുത്ത്. ഞാനും നീയുമൊക്കെ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുകയാ. പിടിച്ച ചിട്ടിയുടെ പണം തിരിച്ചടയ്ക്കാഞ്ഞതിന് ഒരു രാത്രിയിൽ സത്യനേശൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു, കൂടെ കരുണേട്ടനും. 1ഉം 2ഉം പറഞ്ഞ് സത്യനേശൻ എന്റെ അച്ഛന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്നത് നിസ്സഹായനായി നോക്കി നിന്നവനാ ഞാൻ. കരയാൻ പോലും ആവാതെ. എന്റെ അച്ഛന്റെ ശവം തറയിൽ വീണതിന് ശേഷമാടാ കരുണേട്ടൻ അയാളെ തടഞ്ഞത്. എന്നിട്ട് പോലീസിൽ ഒറ്റ അക്ഷരം പറഞ്ഞില്ല നിന്റെ തന്ത. അന്നേ എന്റെ മനസ്സിൽ സത്യനേശന്റെ നെഞ്ചിൽ കത്തി കയറ്റുന്ന തീരുമാനം ഉറച്ചതാടാ. അവസരം കിട്ടിയത് അന്ന് നിന്റെ വീട്ടുമുറ്റത്ത് വെച്ച്. ലൈറ്റ് ഓഫ് ചെയ്തത് ഞാൻ തന്നെയാ. ഇരുട്ടിൽ നീ പിന്നെ എന്റെ നീക്കം അറിഞ്ഞില്ല. ചെറുപ്പം തൊട്ട് ഞാൻ ഇടുപ്പിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് കുത്തിയടാ. പിന്നെ അത് ഊരി നിന്റെ കയ്യിൽ പിടിപ്പിച്ചു. ലൈറ്റ് വന്നപ്പോൾ കുത്തിയത് നീയായി. പക്ഷേ സത്യനേശൻ ചത്തില്ല. അതാണെന്റെ ദുഃഖം. കിതപ്പോടെ ശിവജി ഒന്ന് നിർത്തി. ഇതും ഞാനുമായിട്ട് എന്താടാ ബന്ധം? അതും കൂടി പറഞ്ഞു തൊലയ്ക്കടാ, നന്ദിയില്ലാത്തോനെ. ഇന്ദ്രൻ തന്റെ ശിരസ് തറയിലിട്ട് അടിച്ചു. ഏട്ടാ! ഭദ്രയും അരുണയും സങ്കടത്തോടെ വിളിച്ചു. മിണ്ടരുത്. ശിവജി അവർക്ക് നേരെ തിരിഞ്ഞു. ഇവന്റെ ഈ വലങ്കൈ ഞാൻ പിടിച്ചു തിരിച്ച് വലിച്ചൂരിയെടുക്കുന്നത് കാണണോ നിങ്ങൾക്ക്? അവരുടെ നിലവിളി നിന്നു. ശിവജി മുറിക്കുള്ളിൽ കാറിത്തുപ്പി. ഇനി നിന്നോടുള്ള പക, അതും പറയാം. കുരുന്നു മനസ്സിൽ വീണ മറ്റൊരു മുറിവ്. എന്റെ അച്ഛന്റെ മരണശേഷം നിത്യവൃത്തിക്ക് വകയില്ലാതെ അമ്മയും ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും കഴിയുമ്പോൾ ഒരു നാൾ രക്ഷകന്റെ വേഷം കെട്ടി നിന്റെ അപ്പൻ വന്നടാ. എന്നെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരു ഉച്ചനേരത്ത്. അത് ഓർക്കുന്നത് പോലെ ഒരു നിമിഷം നിന്നിട്ട് ശിവജി തുടർന്നു. നീ വീടിന്റെ തിണ്ണയിലിരുന്ന് ചോറ് തിന്നുക, കൂടെ കോഴിയിറച്ചിയും. അന്നെന്റെ നാക്കിൽ വെള്ളം മുറിയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നടാ. എന്നെ കണ്ടപ്പം സുശീലടത്തി നിന്നോട് പറഞ്ഞു, മോനെ ചോറിരിപ്പില്ല, നീ കുറെ കഴിച്ചതാണല്ലോ, ബാക്കിങ്ങിതാ ശിവജി മോന് കൊടുക്കട്ടെ. ശിവജിയുടെ ശബ്ദം വീണ്ടും മാറി. നീ ചെയ്തതെന്താണെന്നറിയാമോടാ? പാത്രങ്ങൾ നീക്കിത്തള്ളി, പോരാഞ്ഞ് ചോറിലും ഇറച്ചിക്കറിയിലും തുപ്പി. എന്നിട്ട് പറഞ്ഞു, കൊടുക്ക് ഈ തെണ്ടിക്ക്, ചിട്ടിക്കള്ളന്റെ മോന്. എന്നിട്ട് നീ എഴുന്നേറ്റ് പോയി. എനിക്കപ്പോൾ ഉണ്ടായ സങ്കടം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലടാ. അവൻ തുപ്പിയതുപോലെ ആംഗ്യം കാണിച്ചതേയുള്ളൂ മോനെ എന്ന് എന്നോട് പറഞ്ഞിട്ട് സുശീലടത്തി മറ്റൊരു പാത്രം കൊണ്ടുവന്ന് ചോറും ഇറച്ചി കഷ്ണവും എടുത്ത് എനിക്ക് തന്നു. നിസ്സഹായനായി നിറ കണ്ണുകളോടെ അത് വാരി തിന്നുമ്പം ഞാനും മനസ്സിൽ കുറിച്ചടാ നിന്റെ അന്ത്യം. തെരുവിൽ എച്ചിലി തിന്നുന്ന എത്രയോ കുട്ടികളുണ്ട്. പക്ഷേ അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന നിന്റെ വാക്കുകളാടാ തെണ്ടി, ചിട്ടിക്കള്ളന്റെ മോൻ. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലടാ. അനുഭവിച്ചവനെ അറിയൂ. നിന്നെ ചതിക്കാൻ, നിന്നേക്കാൾ കരുത്തനാകാൻ എനിക്ക് ഒത്തിരി കാത്തിരിക്കേണ്ടി വന്നു. അവസാനം നിന്റെ കുടുംബം നാടുവിടാനും ഇവിടെ വന്ന് തകർന്നടിയാനും ഞാൻ കാരണക്കാരനായി. നിന്റെ പെങ്ങളെ ചാറൂറ്റിയെടുത്തത് ഞാൻ. പിന്നെ അവളെ എറിഞ്ഞു കൊടുത്തടാ ഇത്താപ്പൂവിന്. ഇനി ഈ നിൽക്കുന്ന ഭദ്രയെയും ഞാനും അയാളും ചേർന്ന് പങ്കിടും. ഇന്ന് രാത്രിയിൽ നീയും പാഞ്ചാലിയും മറ്റും നടത്താനിരുന്ന പദ്ധതി ഞാൻ പൊളിക്കും. ഇന്ന് എന്റെ കൂടെ കട്ടിലിൽ പാഞ്ചാലി കിടക്കുമടാ. നോക്കിക്കോ നീ. ഇന്ദ്രന്റെ ശരീരത്തിലെ ഓരോ ഞരമ്പും വലിഞ്ഞു മുറുകാൻ തുടങ്ങി. തന്റെ പെങ്ങന്മാർ, പാഞ്ചാലി, അച്ഛൻ, അമ്മ,
പാടില്ല. അവന്റെ ഉള്ളിലിരുന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ തോന്നി. സർവശക്തിയും അവൻ ശിവജി പിടിച്ചിരുന്ന വലം കൈയിലേക്ക് ആവാഹിച്ചു. ശിവജി ഒന്ന് ഞെട്ടി. എത്ര മുറുക്കി പിടിച്ചിട്ടും തന്റെ കൈകളിൽ ഇന്ദ്രന്റെ കൈ പതുക്കെ തിരിയുന്നത് അവൻ അറിഞ്ഞു. അടുത്ത നിമിഷം കരയിൽ പിടിച്ചമർത്തിയ ഒരു വലിയ ചീങ്കണ്ണി വെട്ടിത്തിരിഞ്ഞ് പിടയുന്നത് പോലെ ഒരു രംഗം. ഇന്ദ്രന്റെ വലങ്കാൽ ഉയർന്നു. അത് ചീങ്കണ്ണി ശക്തിയിൽ വാൽ വീശുന്നത് പോലെ അവന്റെ കാലുകൾക്കിടയിൽ കൊടുവാൾ പോലെ വീശി വെട്ടി. ഹാ, അയ്യോ! പിടിവിട്ട ശിവജി നാഭിയിൽ അമർത്തിപ്പിടിച്ചു. റബ്ബർ മെത്തയിൽ വീണ് പൊങ്ങുന്നത് പോലെ ഇന്ദ്രൻ മുകളിലേക്ക് വന്നു. ശിവജിയുടെ കഴുത്തിൽ കൈകൾ വളച്ചു പിടിച്ച് ഒന്ന് വട്ടം കറക്കി എറിഞ്ഞു. അലറി വിളിച്ചുകൊണ്ട് അവൻ ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു വീണു. ഇന്ദ്ര, അനങ്ങരുത്! ഗുണ്ടകൾ വിളിച്ചു പറഞ്ഞു. കൊല്ലും ഞങ്ങൾ ഇവരെ. കൊല്ലടാ, കൊല്ല്! അവര് ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് ഇപ്പോഴിഷ്ടം മരിക്കുന്നതാ. എന്നാലും ഇവനെ ഞാൻ വിടില്ല. ഇന്ദ്രൻ ശിവജിയെ വലിച്ചുയർത്തി ഭിത്തിയോടമർത്തി. പിന്നെ കാൽമുട്ട് മടക്കി അവന്റെ അടിവയറ്റിൽ ആഞ്ഞാഞ്ഞിടിച്ചു. ഇപ്പോൾ പതറിയത് ഗുണ്ടകളാണ്. മര്യാദയ്ക്ക് അവരെ വിടിനടാ, അല്ലെങ്കിൽ ഈ ഭിത്തിക്കടിച്ച് ഇവന്റെ തല ഞാൻ പൊളിക്കും. ഗുണ്ടകൾ പരസ്പരം നോക്കി. അവരുടെ പിടി അയഞ്ഞു. ഭദ്രയും അരുണയും മോചിതരായി. ഒരു കാളപ്പോരുകാരൻ ചെയ്യുന്നത് പോലെ ശിവജിയുടെ ശിരസ് കക്ഷത്തിലൊതുക്കി ഇന്ദ്രൻ വട്ടം കറക്കിക്കൊണ്ടിരുന്നു. വേഗം ഈ വീടിന്റെ പുറത്തിറങ്ങണം നിങ്ങൾ. അവിടെ തന്നെ നിൽക്കണം. ഗുണ്ടകൾക്ക് അനുസരിക്കാതെ തരമില്ലായിരുന്നു. അവർ പുറത്തിറങ്ങിയതും ഭദ്ര വാതിലടച്ച് കുറ്റിയിട്ടു. അരുണ ഒരു കയർ കൊണ്ടുവന്നു. ഇന്ദ്രൻ ശിവജിയെ വരിഞ്ഞു കെട്ടി തറയിലിട്ടു. ശരിക്കും അനങ്ങാനുള്ള ശക്തിയില്ലെങ്കിലും ശിവജി വെട്ടിപ്പിടഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ വായിൽ ചോര നിറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ കണ്ടു. അവനെ മലർത്തിക്കിടത്തി. നെഞ്ചിൽ കയറിയിരുന്ന ഇന്ദ്രൻ ആ കവളിൽ കുത്തിപ്പിടിച്ചു. ശിവജിയുടെ കടവായിലൂടെ ചോര പുറത്തേക്കൊഴുകി. എന്നിട്ടും ആ കണ്ണുകളിൽ രണ്ട് കുഞ്ഞു സർപ്പങ്ങളെപ്പോലെ പക ഇളകി. ഭദ്രേ! ഇന്ദ്രൻ വിളിച്ചു. അവൾ വാതിൽക്കൽ തലനീട്ടി. ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പിക്കൊണ്ടുവാ, അതിൽ കറിയും ഒഴിച്ചേരി. ശരിയേട്ടാ. വളരെ പെട്ടെന്ന് അവൾ ചോറും അതിനു മുകളിൽ കറിയും ഒഴിച്ച പാത്രം കൊണ്ടുവന്ന് വെച്ചു. ഇന്ദ്രൻ ചോറിളക്കി ഒരു പിടി വാരിയെടുത്ത് ഉരുളയാക്കി. അന്ന് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെ എനിക്കൊരു തെറ്റുപറ്റി. പിന്നീട് അച്ഛനും അമ്മയും അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നത് മുതൽ ഇന്ന് വരെ നിന്നെ ഞാൻ സ്നേഹിച്ചത് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേടാ നായേ. എന്നേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലേടാ. ക്ലാസ്സിൽ നിനക്ക് കിട്ടേണ്ട തല്ലുകൾ പോലും ഞാൻ ഏറ്റുവാങ്ങിയിട്ടില്ലേടാ. എന്റെ പെങ്ങന്മാരെക്കാൾ നിന്റെ പെങ്ങന്മാരെ സ്നേഹിച്ചിട്ടില്ലേടാ. എന്റെ അച്ഛനും അമ്മയും അവരെങ്ങനെയാടാ നിന്നോടും നിന്റെ കുടുംബത്തോടും പെരുമാറിയത്? സത്യനേശൻ നിന്റെ അച്ഛനെ കുത്തിയപ്പോൾ നിസ്സഹായതയുടെ വിലക്ക് കൊണ്ട് മാത്രമായിരിക്കുമെടാ എന്റെ അച്ഛൻ തടയാതിരുന്നത്. ഒരു പക്ഷേ നിനക്ക് തന്നെ അറിയാമായിരിക്കും. ആ സംഭവത്തോടെ അച്ഛൻ സത്യനേശന്റെ ചിട്ടിക്കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചില്ലേടാ. വികാരക്ഷോഭങ്ങൾക്കിടയിൽ ഇന്ദ്രൻ ഇടയ്ക്കിടെ ശ്വാസം വലിച്ചുവിട്ടു. എന്നിട്ടും നീ ശിവജിക്ക് മറുപടി പറയാൻ ഇടം കൊടുക്കാതെ ഇന്ദ്രൻ ഉരുട്ടിയ ചോറ് അവന്റെ വായിലേക്ക് കുത്തിയിറക്കി. തിന്നടാ, പണ്ട് നിനക്ക് ഉരുട്ടി തന്നിട്ടുണ്ട് ഞാൻ. അതേ പാത്രത്തിൽ നിന്ന് ഞാനും കഴിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അവസാനത്തെ അത്താഴമാണെന്ന് കരുതിക്കോ. ഒരുരുള ചോറുരുട്ടി ഇന്ദ്രനും കഴിച്ചു. അറിയാതെ അവന്റെ കണ്ണുകളിൽ 2 തുള്ളി കണ്ണുനീർ നിറഞ്ഞു. ഒത്തിരി സ്നേഹിച്ചതുകൊണ്ട് നിന്നെ കൊല്ലാനും തോന്നുന്നില്ലല്ലോടാ എനിക്ക്. എന്തൊക്കെ തന്ത്രങ്ങൾ നീയും ഇത്താപ്പവും ചേർന്ന് ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഈ രാത്രി അവനെ കൊല്ലും ഞാൻ. എന്നിട്ട് മടങ്ങി വന്ന് ഞാൻ തീരുമാനിക്കും നിന്നെ എന്ത് ചെയ്യണമെന്ന്. ഇന്ദ്രൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. മുറ്റത്ത് ശിവജിയുടെ ആളുകൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവനെ ഇതുവരെ ഞാൻ കൊന്നിട്ടില്ല. എന്നാൽ തൽക്കാലം എനിക്ക് നിങ്ങളെ ഇവിടെ നിന്ന് വിടാനും പറ്റത്തില്ല. നിങ്ങൾ പോയാൽ അവന്റെ ശവം ഞാനങ്ങ് പത്തനാപുരത്തിന് പാഴ്സൽ ചെയ്യും. അതുകൊണ്ട് തൽക്കാലം നിങ്ങളെ ഞാനിവിടെ കെട്ടിയിടുകയാണ്. ഇന്ദ്രൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ചാക്കന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ എത്തി. അവന്റെ നിർദ്ദേശാനുസരണം അവർ ഗുണ്ടകളുടെ കൈകൾ പിന്നിലേക്ക് തിരിച്ചുകെട്ടി മുറിയിലാക്കി. ആ സംഘം വീടിന് കാവലുമായി. രഹസ്യമായി വേറെ ചില നിർദ്ദേശങ്ങൾ കൂടി ഇന്ദ്രൻ അവർക്ക് കൊടുത്തു. ഇനി കളയാനൊട്ടും സമയമില്ല. ഇന്ദ്രൻ ശിവജിയുടെ ജീപ്പുമെടുത്ത് പുറപ്പെട്ടു. അതിനിടെ സെൽഫോണിൽ പാഞ്ചാലിയെ വിളിച്ച് ചില സൂചനകൾ നൽകി. ഒരാഴ്ചയെ ആയിട്ടുള്ളൂ പാഞ്ചാലിക്ക് ഫോൺ കിട്ടിയിട്ട്. ഇത്താപ്പോ സർവ്വവിധ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ടാവുമെന്ന് ഇന്ദ്രന് അറിയാമായിരുന്നു. കൊളവള്ളിയിലെത്തിയ അവൻ ജീപ്പ് അവിടെ ഇട്ടിട്ട് നദീതീരത്തു കൂടി താഴേക്ക് പോയി. കണ്ണാരം പുഴയും കബനിയും ഒത്തുചേരുന്നതിനക്കരെ വനത്തിൽ അവനെത്തി. ഒരു വിസിൽ നാദം കേട്ടു. വിരലുകൾ നാവിനടിയിലേക്ക് കയറ്റി അവൻ മറുപടിയായി ശബ്ദം പുറപ്പെടുവിച്ചു. പാഞ്ചാലിയും ഗുരുക്കളും കുറ്റിക്കാടുകളെ വകഞ്ഞുമാറ്റി മുന്നിലെത്തി. ഇന്ദ്രൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവനെ സംശയമുണ്ടായിരുന്നു. പാഞ്ചാലി കടപ്പല്ല് ഞെരിച്ചു. പിന്നെ ഇന്ദ്രന്റെ അടുത്ത കൂട്ടുകാരനാണെന്ന് പറഞ്ഞപ്പം ചതി പറ്റിപ്പോയി പാഞ്ചാലി. എന്റെ കുടുംബം തകർക്കാൻ അവൻ ഇങ്ങനെ കൂടെ നിൽക്കുമെന്ന് ഞാൻ കരുതിയോ? അതും ഒരു സംശയം പോലും തോന്നാതെ. സത്യത്തിൽ ഞാൻ കാരണം
ബാക്കി പറയും മുൻപ് പാഞ്ചാലി അവന്റെ വായ് പൊത്തി. പ്രയാസപ്പെടേണ്ട ഇന്ദ്രൻ, ദൈവം നമ്മുടെ കൂടെ തന്നെ. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അവനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവളുടെ കൈ പതുക്കെ മാറ്റിയിട്ട് അവൻ പാറപ്പുറത്തിരുന്നു. അടുത്തു തന്നെ പാഞ്ചാലിയും ഗുരുക്കളും. നമ്മൾ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞതാണ്. മനസ്സുപോലും അവസാന പോരാട്ടത്തിന് സജ്ജമായതുമാണ്. ആ നേരത്തിങ്ങനെ മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് പദ്ധതി മാറ്റിവെച്ചാലോ? ഗുരുക്കൾ ഇരുവരെയും മാറി മാറി നോക്കി. അത് വേണ്ട. ഇന്ദ്രന്റെ ശബ്ദം മുറുകി. എല്ലാം അറിഞ്ഞതുകൊണ്ട് ഇനി എന്നും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കും ഇത്താപ്പു. അതുകൊണ്ട് അയാൾ കരുതിയിരിക്കുന്ന നേരത്ത് തന്നെ നമ്മൾ ആക്രമിക്കുന്നു. നേരത്തെ തീരുമാനിച്ചതുപോലെ. അറിഞ്ഞുകൊണ്ട് നമ്മൾ അപകടത്തിലേക്ക് ചെല്ലാനോ? ഗുരുക്കൾ നെറ്റിച്ചൊളിച്ചു. അതും ഒരു ത്രില്ലല്ലേ ഗുരുക്കളെ? മാമാങ്കത്തിന് സാമൂതിരി പടയോട് ഏറ്റുമുട്ടാൻ പോയിട്ടുള്ള ഓരോ ചാവേറും തിരിച്ചു പോരാൻ കഴിയില്ലെന്നുറപ്പുണ്ടായിട്ടും സാമൂതിരിയെ വധിക്കാം എന്നുള്ള പ്രതീക്ഷയിലല്ലേ നിലനിർത്തിയത്? അവരുടെ ശക്തിയും ആവേശവും അതുതന്നെ ആയിരുന്നില്ലേ? ഇവിടെ നമുക്കും ആ ഒരു പ്രതീക്ഷ മതി. പിന്നെ ശിരസെന്ന് പറയുന്നത് ഭാരം ചുമക്കാനല്ല, ഭാരം ലഘൂകരിക്കാനാണ് എന്നത് നമ്മൾ മറക്കരുത്. ഇന്ദ്രൻ വ്യക്തമാക്ക്, പാഞ്ചാലി പറഞ്ഞു. തന്റെ ബുദ്ധിയിൽ ഉദിച്ച പുതിയ തന്ത്രം അവൻ വിവരിച്ചു. അവസാനം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്. സമയത്തിൽ മാത്രം നേരിയ മാറ്റം എന്താ? പാഞ്ചാലിയുടെയും ഗുരുക്കളുടെയും കണ്ണുകൾ വികസിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ യാത്ര പറഞ്ഞു പോരുമ്പോൾ ഇത്താപ്പവും ശക്തമായ ഒരുക്കത്തിലായിരുന്നു. വൈരന്റെ നേതൃത്വത്തിലും മുത്തങ്ങയിൽ നിന്നെത്തിയ ഗുണ്ടകളുടെ നേതൃത്വത്തിലും 2 സേനയെയാണ് അയാൾ തയ്യാറാക്കിയത്. ഇവിടെ ആക്രമണം നടക്കുന്ന നേരത്ത് ഒരു സംഘം ഇന്ദ്രന്റെ വീട് ആക്രമിക്കണം, പെൺകുട്ടികളെ തട്ടിയെടുക്കണം. അതാണ് തീരുമാനം. ഇന്ദ്രന്റെ കൂടെ വരുന്ന ശിവജി അവരുടെ നീക്കങ്ങൾ അപ്പപ്പോൾ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുള്ളംകൊല്ലി കൊട്ടാരത്തിന് ചുറ്റും അവർ ചതിക്കുഴികൾ ഒരുക്കിക്കഴിഞ്ഞു. എന്ത് ശബ്ദം കേട്ടാലും മുറിക്ക് പുറത്തിറങ്ങരുതെന്ന് ഇത്താപ്പു മകൾ സമയയ്ക്ക് നിർദ്ദേശവും കൊടുത്തു. പള്ളിയിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെ അനൗൺസ്മെന്റുകളും പാട്ടുകളും കേൾക്കാം. നേരം സന്ധ്യയാകുകയാണ്. മുള്ളംകൊല്ലി കവലയിൽ നിന്ന് പള്ളിയിലേക്ക് റാസയുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ പള്ളിയിലേക്ക് പോയി തുടങ്ങി. തന്റെ വീട്ടിൽ മടങ്ങിയെത്തിയ ഇന്ദ്രൻ ചാക്കനെയും മറ്റും വിളിച്ച് കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞേൽപ്പിച്ചു. പിന്നെ പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. മുള്ളംകൊല്ലി കൊട്ടാരത്തിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിന്നിരുന്നു. കവലയിൽ നിന്ന് പള്ളിയിലേക്ക് റാസ ആരംഭിക്കുന്നതിന്റെ സൂചനയായി ചെറിയ വെടിക്കെട്ടുണ്ടായിരുന്നു. ഇത്താപ്പ് മുതലാളി കൊട്ടാരത്തിന് ചുറ്റും തന്റെ സൈന്യത്തെ വിന്യസിച്ചു കഴിഞ്ഞു. മുന്നിലെത്തുന്ന ആരെയും ജീവനോടെ തിരിച്ചുവിടണ്ട എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സമയം കഴിഞ്ഞുകൊണ്ടിരുന്നു. റാസ പള്ളിക്കടുത്ത് എത്തിച്ചേരാറായെന്ന് അനൗൺസ്മെന്റിലൂടെ ഇത്താപ്പു മനസ്സിലാക്കി. അല്പം കൂടി കഴിഞ്ഞു. ഇത്താപ്പുവിന് ഗുണ്ടകളിൽ ഒരാളുടെ ഫോൺ. കാര്യം എന്താണെന്ന് അറിയില്ല മുതലാളി. റാസയിൽ പങ്കെടുക്കുന്നവർ മുള്ളംകൊല്ലി കൊട്ടാരത്തിലേക്ക് ഓടി വരുന്നു. ഇത്താപ്പു ചാടി എണീറ്റു. അവരെ തടയടാ. തടയാൻ പറ്റത്തില്ല മുതലാളി. അവർ 100 കണക്കിന് ആളുകളുണ്ട്, പോലീസുകാരുണ്ട്. എന്തിനാ അവര് വരുന്നത്? അതറിയത്തില്ല. ഇത്താപ്പുവിന് ഒന്നും മനസ്സിലായില്ല. അയാൾ ചെന്ന് മുന്നിലെ വാതിൽ തുറന്നു നോക്കി. കൊട്ടാരത്തിന് നേരെ വരുന്ന ഒരുപാട് പേർ. അവരുടെ കൈകളിൽ വലിയ മെഴുകുതിരിക്കാലുകളുണ്ട്, ഗ്യാസ് ലൈറ്റുകളുണ്ട്. മുൻനിരയിൽ അച്ഛന്മാരുണ്ട്, പോലീസുകാരുണ്ട്, പിന്നിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. വെളിച്ചം തട്ടാതിരിക്കാൻ ഗുണ്ടകൾ ഇരുട്ടിലേക്ക് ഊളിയിട്ടു. ഒന്നും പിടികിട്ടാതെ ഇത്താപ്പു സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. തന്റെ മുറിയിൽ നിന്ന് സോണിയും ഇറങ്ങി വന്നു. അവിടേക്ക് വന്നുകൊണ്ടിരുന്ന ആ സംഘം മുറ്റത്തേക്ക് കയറി. അധ്യായം 48. ഇത്താപ്പ് മുതലാളിയും സോണിയും പരസ്പരം നോക്കി. എന്തിനാണവർ പാഞ്ഞു വരുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ സംഘം സിറ്റൗട്ടിന് മുന്നിലെത്തി. ആളുകൾ എന്തൊക്കെയോ പറയുന്നു. ഒരുപാട് ശബ്ദങ്ങൾക്കിടയിൽ വ്യക്തമാകുന്നില്ല. പോലീസുകാരും വൈദികരുമൊക്കെ ഇത്താപ്പുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് നിന്ന് കിതച്ചു. എല്ലാവരും കൂടിയെന്താ ഈ നേരത്ത്? ഇത്താപ്പു തിരക്കി. ഫാദർ ഡാനിയൽ മറുപടി നൽകി. ഇത്താപ്പു മുതലാളി, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ കൂടെ താങ്കളും പള്ളി വരെ ഒന്ന് വരണം. എന്തിന്? ഇത്താപ്പു പുരികം ചുളിച്ചു. എല്ലാ പെരുന്നാളിലും താങ്കൾ വരാറുണ്ടായിരുന്നല്ലോ. ഇത്തവണ എന്താ വരാതിരുന്നത്? അത് പിന്നെ. ഇത്താപ്പു പരുങ്ങി. സത്യം ഇവരോട് പറയാൻ കഴിയില്ലല്ലോ. ആളുകൾ അർത്ഥവത്തായി പരസ്പരം നോക്കുന്നത് അയാൾ കണ്ടു. അച്ഛൻ തുടർന്നു. സീതാ മൗണ്ടിൽ വെച്ച് ഇവിടത്തെ നാട്ടുകാരുമായി താങ്കൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായി എന്നത് സത്യം തന്നെ. പക്ഷേ അതിനുവേണ്ടി അച്ഛൻ ഒന്ന് നിർത്തി. ഇത്താപ്പുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നെങ്കിലും കഴിയുന്നത്ര അത് കടിച്ചമർത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ അങ്ങമിങ്ങും തൊടാതെ സംസാരിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. അങ്ങനൊരു പ്രശ്നം ഉണ്ടായിന്ന് കരുതി ഞങ്ങളെ മൊത്തം ബോംബ് വെച്ച് കൊല്ലണോ മുതലാളി? ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരോ വിളിച്ചു ചോദിച്ചു. ബോംബോ? കിടുങ്ങിപ്പോയി ഇത്താപ്പു.
അതെ, ബോംബ് തന്നെ. നിങ്ങൾ മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഭ്രാന്ത് ഞങ്ങൾക്കല്ല, തനിക്കാ. ആളുകൾ രോഷം പൂണ്ടു തുടങ്ങിയപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ രവിശങ്കർ ഇടപെട്ടു. മുതലാളി, കാര്യമിതാ. അയാൾ സിറ്റൗട്ടിലേക്ക് കയറി വന്നു. റാസ പള്ളിയിൽ എത്താറായപ്പോഴാണ് ഒരു വിവരം പരന്നത്. പള്ളിയിൽ മുതലാളി ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. വെടിക്കെട്ട് സമയത്ത് ബോംബ് പൊട്ടിക്കാനാണ് പരിപാടിയെന്ന്. ഞാനങ്ങനെ ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ രവിശങ്കറെ? ഇത്താപ്പു പല്ലു ഞെരിച്ചു. എന്റെ തോന്നലിനല്ല, ഈ നിൽക്കുന്ന ജനങ്ങളുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് മുതലാളിയും കൂടി ഞങ്ങളുടെ കൂടെ പള്ളിയിലേക്ക് വരണം. മറ്റൊന്നിനുമല്ല, ആരുടെയും വിശ്വാസത്തിന് കോട്ടം തട്ടാതിരിക്കാൻ. അപരിചിതനോടെന്ന വണ്ണമാണ് അയാൾ സംസാരിച്ചത്. ഇല്ല, ഞാൻ വരത്തില്ല, അയാൾ പെട്ടെന്ന് അറിയിച്ചു. അതെന്താ, ബോംബ് പൊട്ടിച്ചാകുമെന്നുള്ള പേടിയാണോ? ജനം ഇളകുകയാണ്. അങ്ങനെ ഞങ്ങളെ കൊന്നിട്ട് താൻ മാത്രം ജീവിക്കണ്ട, ചാകുന്നെങ്കിൽ ഒന്നിച്ചു മതി. അവരുടെ ഭാഷയിലെ മാറ്റം ഇത്താപ്പോ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ് മുതലാളി വരത്തില്ലെന്ന് പറയുന്നത്? ഫാദർ ഡാനിയലിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിഞ്ഞില്ല ഇത്താപ്പുവിന്. തന്നെ ഇവിടെ നിന്നിറക്കാൻ ഇന്ദ്രനും പാഞ്ചാലിയും ചേർന്നൊരുക്കിയ തന്ത്രമാണിതെന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ല. മാത്രമല്ല, പാഞ്ചാലിയെക്കുറിച്ച് ഇവർക്കാർക്കും ഒന്നും അറിയില്ല. പറഞ്ഞു പോയാൽ അവൾ ആരെന്ന് തുറന്നു പറയേണ്ടി വരും. ഇവരുടെ പ്രിയപ്പെട്ട കുഞ്ഞൻ കർത്തായുടെ മകളാണ് അവളെന്നറിഞ്ഞാൽ മാത്രം മതി ഈ ജനങ്ങൾ തന്റെ മേൽ ചാടിവീണ് കടിച്ചു കീറാൻ. അഗ്നിക്കും ഗർത്തത്തിനും ഇടയിൽപ്പെട്ടതുപോലെ ഇത്താപ്പു വിഷമിച്ചു. ഡാഡിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ലെന്ന് തന്നെയാ അതിന്റെ അർത്ഥം. നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കണ്ട. സോണി ഇത്താപ്പുവിന്റെ രക്ഷയ്ക്കെത്തി. ആരെങ്കിലും അവിടെ ബോംബ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയെയും ബോംബ് കണ്ടുപിടിക്കേണ്ടതും പോലീസിന്റെ ജോലിയാ. ഇനിയിപ്പം അതിനുള്ള നേരമില്ല കൊച്ചു മുതലാളി. ഞങ്ങൾക്ക് പെരുന്നാൾ നടത്തണം. അതിന് മുതലാളി പള്ളിയിൽ വന്ന് നിൽക്കുകയും വേണം. അല്ലേലും ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് പോകും. ആ പറഞ്ഞത് തങ്ങളുടെ തോട്ടത്തിലെ ഒരു തൊഴിലാളി തന്നെയാണെന്ന് സോണി കണ്ടു. നന്ദിയില്ലാത്ത നായി. പിടിക്കട അയാളെ, ആരോ ആക്രോശിച്ചു. ജനം മുന്നോട്ട് കുതിച്ചു. നിൽക്ക്. ഫാദർ ഡാനിയൽ കൈ ഉയർത്തി. കൂട്ടത്തിൽ നിന്ന് കുതിക്കാൻ വെമ്പുന്ന വേട്ടനായ്ക്കളെ പോലെ ജനം മുന്നോട്ടാഞ്ഞു നിന്നു. കണ്ടല്ലോ. ഡാനിയൽ ഇത്താപ്പുവിന് നേരെ തിരിഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അതൊരു മുന്നറിയിപ്പാണെന്ന് ഇത്താപ്പു തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് കരണ്ട് പോയി. മെഴുകുതിരിയുടെയും ഗ്യാസ് ലൈറ്റുകളുടെയും വെളിച്ചം മാത്രം ബാക്കിയായി. ആളുകൾക്കിടയിൽ ഒരു മർമരം, ചലനം. ജനം സിറ്റൗട്ടിലേക്ക് ഇരച്ചു കയറി. ഞാൻ വരാം, ഇത്താപ്പു വിളിച്ചു പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ കറണ്ട് വന്നു. വരാം പട്ടികളെ, ഞാൻ വരാം. പക്ഷെ ബോംബ് നീയൊക്കെ കണ്ടെടുത്തില്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. എല്ലാവനും ഇറങ്ങ് എന്റെ വീട്ടിന്ന്. അങ്ങനെ വഴിക്ക് വാ. ജനം തിരിച്ചിറങ്ങി. ഇത്താപ്പു മകന്റെ കാതിൽ എന്തോ അടക്കം പറഞ്ഞു. അവൻ തലയാട്ടി. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഇത്താപ്പു ആളുകൾക്കൊപ്പം ഇറങ്ങി. വാദ്യമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടെ ആ സംഘം പള്ളിയിലേക്ക് മടങ്ങി. വൈര, സോണി ഒച്ചയുയർത്തി. വൈരൻ പാഞ്ഞെത്തി. നിന്റെ ആളുകളെയും കൂട്ടി പള്ളിയിലേക്ക് പൊയ്ക്കോ. ഇന്ദ്രനും പാഞ്ചാലിക്കും മറ്റും ഡാഡിയെ ഒന്ന് തൊടാൻ പോലും കഴിയരുത്. അപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ പേര് മതി. ബാക്കിയൊക്കെ നോക്കാൻ എനിക്കറിയാം. ഈ കൊട്ടാരത്തിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ പിന്നെ അവർ ജീവനോടെ കാണത്തില്ല. രണ്ടുപേരെ അവിടെ കാവൽ നിർത്തിയിട്ട് വൈരൻ ഗുണ്ടകളുമായി ഇരുളിലേക്കിറങ്ങി. റാസയ്ക്ക് പാരലായി ഇരുവശത്തു കൂടിയും അവരും നീങ്ങി. നിങ്ങൾ എവിടെ ഇരുന്നോ? കൊട്ടാരത്തിന് കാവൽ നിന്നവരോട് പറഞ്ഞിട്ട് സോണി അകത്ത് കയറി വാതിൽ ബോൾട്ടിട്ടു. നാശങ്ങള്. പിറുപിറുത്തുകൊണ്ട് അവൻ തന്റെ മുറിയിലേക്ക് കയറി. മദ്യക്കുപ്പി തുറന്ന് വായിലേക്ക് കമഴ്ത്തി. ഹോ! അവൻ കിടക്കയിലിരുന്നു. നാക്കേൽ വെക്കാൻ ഒന്നും വേണ്ടേ കൊച്ചുമുതലാളി? ഒരു ചോദ്യം. സോണി കിടുങ്ങി മുഖമുയർത്തി. വാതിൽക്കൽ ഇന്ദ്രനും പാഞ്ചാലിയും. കയ്യിൽ നീണ്ട കമ്പുകൾക്ക് മുകളിൽ കുരുത്തോല കൊണ്ട് കുടം പോലെ ഉണ്ടാക്കിയ മെഴുകുതിരി കാലുകൾ. നിങ്ങൾ! അവൻ ചാടി എഴുന്നേറ്റു. മിണ്ടരുത്. പാഞ്ചാലി മെഴുകുതിരിക്കാലിലെ കുരുത്തോല വലിച്ചു പറിച്ചെറിഞ്ഞു. സോണി ഒന്നുകൂടി കിടുങ്ങി. അതൊരു വാരിക്കുന്തമായിരുന്നു. അതവൾ അവന് നേരെ നീട്ടി. കറണ്ട് പോയ നേരത്ത് സിറ്റൗട്ടിൽ തിരക്കുണ്ടാക്കിയത് ഞങ്ങൾക്ക് അകത്ത് കയറാൻ തന്നെയാടാ. സോണി ഉമിനീരിറക്കി. ഞങ്ങളുമിങ്ങ് വന്നു കേട്ടോ. വാതിലിന് പിന്നിൽ വീണ്ടും മുഖങ്ങൾ തെളിയുന്നത് അവൻ കണ്ടു. കൃഷ്ണനും ഗുരുക്കളും അടങ്ങുന്ന സംഘം. ഞൊടിയിടയിൽ സോണി മേശവലിപ്പ് വലിച്ചു തുറക്കാൻ ആഞ്ഞു. എന്നാൽ ആ നേരത്ത് നട്ടലിന് പുറത്ത് സൂചിയുടെ മൂർച്ചയുള്ള വാരിക്കുന്തം പാഞ്ചാലി അമർത്തി. അനങ്ങരുതെന്ന് പറഞ്ഞാൽ അനങ്ങരുത്. പാമ്പ് ചീറ്റുന്ന രോഷമുണ്ടായിരുന്നു അവളുടെ ശബ്ദത്തിന്. നിന്റെ ചങ്കും കരളും പിളർന്ന് വാരിക്കുന്തം അപ്പുറം കടക്കും. സോണി മരവിച്ചതുപോലെ നിന്നു. ഇന്ദ്രൻ മേശ തുറന്നു. അതിനുള്ളിൽ ഇരുന്ന പിസ്റ്റൾ എടുത്ത് അരയിൽ തിരുക്കി. ഇതിനി എനിക്കിരിക്കട്ടെ. ഗുരുക്കളെ, പാഞ്ചാലി വിളിച്ചു. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ചന്ദ്രപ്പൻ ഗുരുക്കൾ മുറിയിലേക്ക് കടന്നു. സോണിയുടെ കൈകൾ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചു. വിടടാ,
അവൻ കുതറി. പക്ഷേ ഉരുക്കുപോലെയുള്ള ഗുരുക്കളുടെ കൈകൾ വിട്ടില്ല. അയാൾ അവന്റെ കൈകൾ ബന്ധിച്ചു. വായ്ക്ക് മുകളിലൂടെ ഒരു തുവർത്ത് വട്ടം കെട്ടി മുറുക്കിയിട്ട് പാഞ്ചാലിയുടെ കാൽക്കലേക്ക് തള്ളി. അവൾ അവനെ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് വാരിക്കുന്തം ഓങ്ങി. ദുർഗയുടെ രൂപമാണപ്പോൾ അവന് ഓർമ്മ വന്നത്. നിന്റെ അച്ഛൻ ഒരിക്കലുണ്ടാക്കിയ നക്സലിസത്തിന്റെ പുതിയ രൂപങ്ങളുമായാടാ ഞങ്ങള് വന്നിരിക്കുന്നത്. ആയുധം വാരിക്കുന്തം തന്നെ. അവളുടെ പല്ലുകൾ ഞെരിഞ്ഞുടഞ്ഞു. കൊല്ലരുതേ എന്നൊരു യാചന അവന്റെ കണ്ണുകളിലുണ്ടായി. പാഞ്ചാലി കാൽ മാറ്റി. ഇന്ദ്രൻ അവനെ വലിച്ചുയർത്തി. നെഞ്ചിൽ വലങ്കൈ ചുരുട്ടി ആഞ്ഞുനിടിച്ചു. വില്ലുപോലെ വളഞ്ഞുപോയി സോണി. അപ്പനെപ്പോലെ മോനും ഈ നാട്ടിലെ പാവപ്പെട്ട എത്ര പെൺകുട്ടികളുടെ ചാരിത്രം കവർന്നെടുത്തടാ. അവരുടെയൊക്കെ പ്രതിനിധിയായി വന്നിരിക്കുകയാണ് ഞാൻ. പക്ഷെ നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കില്ല. ഇന്ദ്രൻ അവനെ പാഞ്ചാലിയുടെ ചാവേർപ്പടയ്ക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. അവർ അവനെ സിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ടീപ്പോയിൽ മലർത്തിക്കിടത്തി. ടീപ്പോയുടെ കാലുകളിലേക്ക് അവന്റെ കൈകാലുകൾ വളച്ച് കെട്ടി. അപ്പോഴേക്കും അടുക്കള ഭാഗത്തുനിന്ന് ഒരാൾ വലിയൊരു അമ്മിക്കല്ല് എടുത്തുകൊണ്ട് വന്നു. അത് കനത്ത പ്ലാസ്റ്റിക് ചരടിൽ കെട്ടി മുറുക്കി. ചാവേറുകളിൽ ഒരാൾ ഫാനിന്റെ ചുവട്ടിൽ നിന്നു. മറ്റൊരാൾ മേലേക്ക് ചാടിയുയർന്ന് ആദ്യം നിന്നവന്റെ തോളിൽ നിന്നുകൊണ്ട് ഫാനിൽ പിടിച്ചു. പിന്നെ സ്പാനർ കൊണ്ട് ഫാൻ അഴിച്ച് താഴേക്ക് കൊടുത്തു. കയറിന്റെ അഗ്രം ഹുക്കിലൂടെ വലിച്ചെടുത്തു. അമ്മിക്കല്ലും അച്ചോളം ഉയർന്നു. ഇന്ദ്രൻ കയറിന്റെ അഗ്രം വാതിൽക്കലേക്ക് വലിച്ചു പിടിച്ചു. അനന്തരം അതിന്റെ പിരികൾ അല്പം അഴിച്ച് ഒരു പിരി മാത്രം വാതിലിന്റെ ബോൾട്ടിന് മുന്നിൽ കെട്ടി. ബോൾട്ട് നീക്കിയാലും വാതിൽ ചവിട്ടി തുറന്നാലും കയർ പിടിവിട്ടു പോരും എന്നുറപ്പാക്കി. കൃഷ്ണനും ഗുരുക്കളും കൂടി സോണിയെ കെട്ടിയ ടീപ്പോയി അമ്മിക്കല്ലിനെ ചുവട്ടിലേക്ക് നീക്കിവെച്ചു. അരുതെന്ന് അവൻ തലയാട്ടിക്കൊണ്ടിരുന്നു. പള്ളിയിൽ കമ്പത്തിന് തീ കൊളുത്തി കഴിഞ്ഞു. ആ പ്രദേശമാകെ കിടുങ്ങുന്ന വെടിയൊച്ചകൾ. ഞാൻ സമയയെ കണ്ടിട്ട് വരാം, ഇന്ദ്രനോട് പറഞ്ഞിട്ട് പാഞ്ചാലി പടികൾ കയറി. ഞാനും വരാം, അവൻ പിന്നാലെ ചെന്നു. വേണ്ട ഇന്ദ്ര. അവൾ ഒറ്റയ്ക്ക് പോയി. സമയയുടെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു. സമയേ. പാഞ്ചാലി വാതിലിൽ തട്ടി. ആരാ? അകത്തുനിന്ന് സമയയുടെ ശബ്ദം. ഞാനാ മോളെ, മമ്മി. മമ്മിയോ? ആ, എന്തെന്നറിയത്തില്ല. മമ്മിയുടെ അസുഖം മാറി. മമ്മി എഴുന്നേറ്റു. മോളെ കാണാൻ വന്നതാ. അടഞ്ഞ വാതിലിന് പുറത്തായതുകൊണ്ട് സമയയ്ക്ക് ആ ശബ്ദം തിരിച്ചറിയാനായില്ല. മാത്രമല്ല, ഒരു വീട്ടിൽ തന്നെ ആയിരുന്നിട്ടും തളർന്നു കിടന്നിരുന്ന മമ്മിയുടെ മുറിയിലേക്ക് അവളൊന്ന് പോയിട്ട് തന്നെ കാലങ്ങളായി. അവൾ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. എന്നാൽ മുന്നിൽ നിൽക്കുന്ന പാഞ്ചാലിയെ കണ്ട് ഞെട്ടലോടെ അവൾ പിന്നോട്ട് മാറി. ആ തക്കത്തിന് അവൾ അകത്തേക്ക് പാഞ്ഞുകയറി വാതിലടച്ചു. നീ ആരാ? സമയ ചീറിക്കൊണ്ട് കൈ ചൂണ്ടി. ഞാൻ ഈ മുള്ളംകുല്ല് കൊട്ടാരത്തിന്റെ ഇക്കാണുന്ന സകലതിന്റെയും ഉടമ പാഞ്ചാലി. സമയ ഒന്ന് പതറി. ചിലതൊക്കെ അവൾക്കും അറിയാമായിരുന്നു. എങ്കിലും അവൾ വിട്ടുകൊടുത്തില്ല. ഉടമയോ? എന്റെ ഡാഡിയുടേതാണ് ഈ സ്വത്തുക്കൾ. നീ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നോ അതോ ഞാൻ ബഹളം കൂട്ടണോ? പാഞ്ചാലി ചിരിച്ചു. കൂട്ടിൽ കിടന്ന ഒരു പട്ടി കുരച്ചാൽ പുറത്തുള്ളവർക്കെന്താടി? അവൾ വാരിക്കുന്തം ഭിത്തിയിൽ ചാരിവെച്ചു. എന്നെപ്പോലെ നീയും ഒരു പെണ്ണാണ്. നിന്നെ മാത്രമല്ല, നിന്റെ തന്തയും ആങ്ങളെയും കൊല്ലാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ നിനക്ക് മാത്രം ഒരവസരം തരുന്നു ഞാൻ. എങ്ങനെ മരിക്കണം പറഞ്ഞോളൂ. പള്ളിയിൽ വെടിക്കെട്ട് തീർന്നു. നാടകത്തെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഉയർന്നു തുടങ്ങി. സമയ പാഞ്ചാലിയെ തന്നെ നോക്കിക്കൊണ്ട് ഒരു നിമിഷം നിന്നു. ആ നേരത്തും അവളുടെ കത്തുന്ന സൗന്ദര്യത്തോട് അസൂയയാണ് തോന്നിയത്. പറ, നിനക്കെങ്ങനെ ചാവണം? പാഞ്ചാലി മുന്നോട്ട് നീങ്ങി. ഡാഡി. ഒറ്റ അലർച്ചയായിരുന്നു സമയ. വിളിച്ചോ, തൊള്ളകീറി വിളിച്ചോ. നിന്നെ രക്ഷിക്കാൻ ആരും വരത്തില്ലടി. പാഞ്ചാലി ചിരിക്കുകയാണ്. എന്നാൽ സിറ്റൗട്ടിലിരുന്ന ഗുണ്ടകൾ ചാടി എഴുന്നേറ്റു. കൊച്ചുമുതലാളി, സോണി മുതലാളി. അവർ വാതിലിൽ തട്ടി വിളിച്ചു തുടങ്ങി. തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മുറ്റത്തിറങ്ങി കൊട്ടാരത്തിന് പിന്നിലേക്ക് ഓടി. പാഞ്ചാലി സമയയുടെ തോളിൽ കൈവച്ചു. ഭൂമിയിൽ ഇന്നേ വരെ ആരെയും അനുസരിക്കാത്ത പെണ്ണാണ് നീയെന്ന് എനിക്കറിയാം. പക്ഷേ ചാകുന്നതിന് മുൻപ് നീ ഒരാളെ അനുസരിക്കണം, ഈ എന്നെ. പോടി അവിടുന്ന്. പാഞ്ചാലിയുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് അവളെ തള്ളിമാറ്റി സമയ വാതിൽക്കലേക്ക് ഓടി. എന്നാൽ പിന്നിൽ നിന്ന് പാഞ്ചാലി അവളുടെ അരയിൽ കൈ ചുറ്റി വട്ടം കറക്കി വിട്ടു. സമയ തെറിച്ചു ചെന്ന് കട്ടിലിൽ വീണു. എന്നാൽ മുറിവേറ്റ ചീറ്റപ്പുലിയെപ്പോലെ അവൾ ചാടി എഴുന്നേറ്റു. എടീ! അവൾ പാഞ്ചാലിയെ അടിച്ചു. മിന്നൽ പോലെ തെന്നിമാറിയ പാഞ്ചാലി കാലുയർത്തി. അടിവയറ്റിൽ ചവിട്ടേറ്റ സമയയ്ക്ക് ഒരു നിമിഷം ശ്വാസം നിന്നുപോയി. പാഞ്ചാലി രോഷത്തോടെ അവളുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു. സമയയുടെ ചുണ്ടുപൊട്ടി ചോര കിനിഞ്ഞു. അതവളെ കൂടുതൽ ഭ്രാന്തിയാക്കി. അവൾ തിരിച്ചടിച്ചു. രണ്ട് പെൺപുലികളുടെ പോരാട്ടം. കൊട്ടാരത്തിന് പിന്നിലെത്തിയ ഗുണ്ടകൾ സമയയുടെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതും ജനാല ചില്ലുകളിൽ നിഴലുകൾ അനങ്ങുന്നതും കണ്ടു.
വാടാ നോക്കാം. കൂട്ടുകാരനോട് പറഞ്ഞുകൊണ്ട് ഒരാൾ പൈപ്പിൽ പിടിച്ച് മുകളിലേക്ക് കയറി തുടങ്ങി. ഇരുവരും ജനാലയ്ക്ക് താഴെയുള്ള പാരപ്പറ്റിലെത്തി. ജനാല ചില്ലിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ നടക്കുന്ന ആക്രമണം കണ്ടു. കുഞ്ഞെ, സമയക്കുഞ്ഞെ, ജനാല ചില്ലിൽ തട്ടി അവർ വിളിച്ചു. സമയയുടെ കാതടക്കം ഒരടി കൊടുത്ത് അവളെ ചവിട്ടിമറിച്ചുകൊണ്ട് പാഞ്ചാലി വെട്ടിത്തിരിഞ്ഞു. ഗ്ലാസിനോട് അമർന്നു നിൽക്കുന്ന രണ്ട് മുഖങ്ങൾ കണ്ടു. ഞൊടിയിടയിൽ അവൾ വാരിക്കുന്തം എടുത്തു. അതിന്റെ പിന്നറ്റത്തും നടുഭാഗത്തും പിടിച്ച് ശക്തിയിൽ ഗ്ലാസിലേക്ക് കുത്തി. ഗ്ലാസ് തകർത്തുകൊണ്ട് പുറത്തേക്ക് ചീറിയെത്തിയ കുന്തം ഒരുവന്റെ വായിൽ പുളഞ്ഞിറങ്ങി. മത്തങ്ങയിൽ കുന്തം കുത്തിയിറക്കിയതുപോലെ ഒരു നിമിഷം പാഞ്ചാലി കുന്തം വലിച്ചൂരി. ചക്ക വെട്ടിയിടുന്നത് പോലെ ഗുണ്ട പിന്നോട്ട് മറിഞ്ഞ് പാരപ്പറ്റിലിടിച്ച് തറയിൽ വീണു. അടുത്ത നിമിഷം രണ്ടാമത്തെ ഗുണ്ടയ്ക്കും കുത്തേറ്റു. അയാളും താഴേക്ക് പോയി. എടീ! തറയിൽ നിന്നെണീറ്റ സമയ പാഞ്ചാലിയെ വട്ടം പിടിച്ചു. അവളുടെ കണ്ണിൽ ഒരു മിന്നലുണ്ടായി. വാൾ ഉറയിലിടാൻ തിരിക്കും പോലെ അവൾ കുന്തം തിരിച്ചു. ശക്തിയിൽ പിന്നോട്ട് കുത്തി. വാഴത്തടയിൽ കത്തി പുളഞ്ഞു കയറുന്നത് പോലെ ഒരു ശബ്ദം. സമയയുടെ പിടി അയഞ്ഞു. തിരിഞ്ഞു നോക്കാതെ പാഞ്ചാലി കുന്തം വലിച്ചൂരി. അതിൽ നിന്ന് ചോര ഇറ്റി വീണു. ബ്ലേഡിന്റെ മൂർച്ചയുള്ള ഒരു നിലവിളി തന്റെ കാതുകൾക്കരികിൽ നിന്ന് താഴേക്ക് പോകുന്നത് അവൾ അറിഞ്ഞു. നിലത്തേക്ക് നോക്കാതെ പാഞ്ചാലി വാതിൽക്കലേക്ക് നടന്നു. പിന്നിൽ പ്രാണവേദനയോടെ കൈകാലടിച്ച് പിടയുന്ന ഒരു കാട്ടുമൃഗത്തിന്റെ പിടച്ചിലും മുരൾച്ചയും അവൾ കേട്ടു. തുടരും.